ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ലളിതാ സഹസ്രനാമം നമുക്കെല്ലാം അറിയാം. നമ്മൾ അതിന്റെ പകുതിയോളം നാമങ്ങള് ഇപ്പൊ അതിന്റെ അർത്ഥം, തത്വാർത്ഥം, വാച്യാർത്ഥം എല്ലാം കണ്ടു വരികയാണ്. അത് ലളിതാ സഹസ്രനാമത്തെ 14 അധ്യായങ്ങളായിട്ട് തിരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ 12 അധ്യായം കഴിഞ്ഞു. ഇപ്പോ പീഠാനി അംഗദേവത കഴിഞ്ഞിട്ട് യോഗിനി ന്യാസം കൂടെ തീർന്നപ്പോ ആ 12 അധ്യായങ്ങൾ പൂർത്തീകരിച്ചു. അങ്ങനെ ഇപ്പോ 13ാമത്തെ ചാപ്റ്റർ, 13ാമത്തെ അധ്യായത്തിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. ഏറ്റവും വിസ്താരമേറിയ ഒരു ചാപ്റ്റർ ആണ് ഈ 13ാമത്തെ അധ്യായമാണ്. കാരണം ദേവിയുടെ 455 നാമങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. കാരണം 533 മുതൽ 988 വരെ. പിന്നെ അവസാനത്തെ 3 നാമങ്ങള് ശിവശക്തിക്ക് സാമരസ്യം എന്ന് പറഞ്ഞ് അങ്ങനെ വരുന്നു. അപ്പോൾ ഏറ്റവും വിസ്താരമേറിയ ഈ അധ്യായത്തിന്റെ പേര് തന്നെ വിഭൂതി വിസ്താര മാർഗഭേദ സാമരസ്യം. കേൾക്കുമ്പോ തന്നെ അറിയാം ദേവിയുടെ വിശേഷേണ ഭൂതീകൃതമായിരിക്കുന്ന ഈ ഭൂമിയിൽ എന്തൊക്കെയാണോ ഉണ്ടായിരിക്കുന്നത്. വിഭൂതി എന്ന് പറഞ്ഞ ഭഗവാന്റെ വിഭൂതികൾ, ഈ കാണപ്പെടുന്ന എല്ലാം അമ്മയുടെ വിഭൂതികളാണ് ഇല്ലേ. അപ്പൊ അതിനെക്കുറിച്ച് എല്ലാം വളരെ എന്താ പറയാ, എന്തൊക്കെയാണ് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുന്നത്, പ്രപഞ്ചാതീതമായിട്ടുള്ളത് എല്ലാത്തിനെ കുറിച്ചും അമ്മയുടെ വിഭൂതികളാണ്. വിഭൂതി എന്ന് പറഞ്ഞാൽ വിശേഷേണ ഭൂതമായിരിക്കുന്നത്, പ്രപഞ്ചത്തിൽ വന്നിരിക്കുന്നത്, അതിനെ ആ ഒരു വിസ്താരപ്പെടുത്തി. കാരണം ഇതുവരെയുള്ള 12 ചാപ്റ്റേഴ്സിന്റെ അത്രയും നാമങ്ങൾ തന്നെയുണ്ട് ഇനി വരുന്ന ഈ ഒരൊറ്റ എണ്ണത്തിന്. കാരണം ആ ഒരു 13ാമത്തെ അധ്യായം എന്ന് പറഞ്ഞത് വളരെ വളരെ വലുതാണ്. ലളിതാ സഹസ്രനാമം എന്ന് പറയുമ്പോൾ അതിലെ ഏറ്റവും വലിയ, അതും ഏറ്റവും വിശേഷപ്പെട്ട അമ്മ ആരാണ്, വീണ്ടും വീണ്ടും ഈ പ്രപഞ്ചത്തിൽ ഓരോന്നായിട്ട് അമ്മ നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത്, എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞ ആ ഒരു ബ്രഹ്മജ്ഞാനം, ആ ഒരു എന്താ പറയാ, നമ്മുടെ ഈ ഒരു അവിദ്യ മാറി നമുക്ക് ബ്രഹ്മജ്ഞാനം, അതായത് ബ്രഹ്മജ്ഞാനേ സമുത്പന്നേ ശുദ്ധാശുദ്ധം വിന്ധ്യതേ ജീവോ ജീവസ്യ ജീവനം. നമുക്ക് ബ്രഹ്മജ്ഞാനം തരുന്ന രീതിയിലുള്ള ആ ഒരു എന്താണ് ബ്രഹ്മം, ഈ പ്രകടമായതും പ്രകടമാകാത്തതും എല്ലാം ഒന്ന് തന്നെയാണ്, ഒന്നിൽ നിന്നാണ് മറ്റൊന്ന് വന്നിരിക്കണം എന്ന് പറയുന്ന അദ്വൈത സിദ്ധാന്തത്തെ നമുക്ക് വീണ്ടും വീണ്ടും പറഞ്ഞ് ഉറപ്പിക്കുന്ന ഒരു അധ്യായമാണിത്. അപ്പൊ ഇത് നമുക്ക് എന്താ പറയാ, ഒരു മണിക്കൂർ 1.25 മണിക്കൂറുള്ള ഒരു 3-4 എപ്പിസോഡായിട്ടേ നമുക്ക് ഇത് ഇടാൻ പറ്റുള്ളൂ. കാരണം മൊത്തം തീരില്ല ഒരെണ്ണത്തില്. അതുകൊണ്ട് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാമങ്ങളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു സംക്ഷിപ്തത്തിലാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. വേണ്ടിയവർക്ക്, ശക്തി ഉപാസകർക്ക് ഓരോ മുത്തുക്കളാണ് ഇതെല്ലാം തന്നെ. ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം, ജീവിതത്തെ എങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകാം, ഇതെല്ലാം ഇതിനകത്ത് ദേവി വശന്യാദി വാഗ്ദേവതകള് ദേവിയിലോട്ടുള്ള മാർഗം എങ്ങനെ നമുക്ക് എത്തിച്ചേരാന്നുള്ളതെല്ലാം വളരെ ഗോപ്യമായിട്ട് എന്താ പറയാ വച്ചിരിക്കുന്ന നാമങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിൽ ഡെയിലി ആചരണം കൊണ്ട്, ചര്യ കൊണ്ട്, ഉപാസന കൊണ്ട് നമുക്ക് ദേവിയിൽ എത്തിച്ചേരാൻ പറ്റും. നമ്മുടെ ആ സ്ഥൂലമായിരിക്കുന്ന ശരീരം, സൂക്ഷ്മമായിരിക്കുന്ന ശരീരം, കാരണ ശരീരം. അപ്പൊ ഈ പറഞ്ഞ സൂക്ഷ്മ ശരീരത്തിൽ വന്നുകൂടിയിരിക്കുന്ന അഴുക്കുകളെല്ലാം ഡെയിലി വാഷ് ചെയ്ത് അല്ലെ, ശുദ്ധമായിട്ട് ലളിതാ സഹസ്രനാമം വായിക്കുമ്പോൾ തന്നെ ഈ അർത്ഥങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ മനസ്സിൽ വന്നുകൊണ്ട് നമുക്ക് എങ്ങനെയാണോ ഡിറ്റർജന്റ് വാഷിംഗ് മെഷീനിലിട്ട് തുണി നമ്മൾ അറിയാതെ വൃത്തിയായി വരുന്നത്, അതുപോലെ ഈ നാമങ്ങള് നമ്മുടെ ഉള്ളിനെ ശുദ്ധമാക്കി അമ്മ ഇരിക്കുന്ന ആ ചിന്താമണി ഗ്രഹമായിരിക്കണം നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃത് പത്മത്തില് അമ്മ പൂർണ്ണ ശോഭയോടുകൂടി തെളിയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉറപ്പാണ്. കാരണം അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെയൊക്കെ അർത്ഥത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. ചുമ്മാ വായിച്ചു പോയിട്ട് കാര്യമില്ല. ഒരു കുറെ പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് നമുക്ക് പ്രയോജനമുണ്ടോ? നമ്മളത് വായിച്ച് ഒരു സെന്റൻസ് എങ്കിലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നെങ്കിൽ അവിടെ പരിവർത്തനം ഉണ്ടാവും. വായിച്ച് കളയേണ്ടതല്ല അറിവ്. നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി ദേവി ആരാണ്, ഉപാസന എന്ന് പറഞ്ഞാൽ അടുത്തോട്ട് ചെല്ലുക അമ്മയുടെ, അല്ലെ, അതായിത്തീരുക. അതിനുള്ള മാർഗങ്ങളാണ് ലളിതാ സഹസ്രനാമം. ലളിതാ സഹസ്രനാമം വായിച്ചു കഴിഞ്ഞാൽ വേദങ്ങൾ പോലും വായിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹം 5 കൃത്യങ്ങളെ കുറിച്ചും പൂർണ്ണമായിട്ട് പറയുന്ന സമ്പൂർണ്ണ ഒരു ഗ്രന്ഥമാണ് 1000 നാമങ്ങൾ അടങ്ങുന്ന ഈ ലളിതാ സഹസ്രനാമം. ഇപ്പൊ നമ്മള്
ദേവിയുടെ ആ ഒരു എന്താ പറയാ, ദേവി ആധാര ചക്രങ്ങളിൽ എങ്ങനെയാണ് ഇരിക്കണമെന്ന് എല്ലാം കണ്ടു. വർണ്ണോപശോഭിത സർവായുധര ശുക്ല സംസ്ഥിത സർവതോന്മുഖി. അവിടെയാണ് നമ്മുടെ ആ ഒരു യോഗിനി ന്യാസം കഴിയുന്നത്. അവിടെ മുതല് അടുത്തത് സർവതോമുഖി മുതലാണ് നമ്മുടെ ഈ ഒരു വിഭൂതി വിസ്താര മാർഗഭേദ സാമരസ്യം എന്ന് പറയുന്ന മനോഹരമായിരിക്കുന്ന ദേവിയുടെ വിഭൂതികളെ ചിന്തിക്കുന്ന ആ ഒരു അധ്യായം വരുന്നത്. നമുക്കത് എന്താ പറയാ, പതുക്കെ മുഴുവനും മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് നാമങ്ങളിലേക്ക് പോവാം. അങ്ങനെ ഈ ഒരു വിഭൂതി വിസ്താര മാർഗഭേദ സാമരസ്യം എന്ന് പറയുന്ന ഈ ഒരു അധ്യായമാണ് ലളിതാ സഹസ്രനാമത്തിലെ ഏറ്റവും വലിയ അധ്യായം എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിന്റെ വീട് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാല് ശരീരത്തിനെ ഈ വെഷ്ടി ശരീരത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഭ്രൂമധ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ബാഹ്യമായിട്ട് ചന്ദനം കുങ്കുമം ഇട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, മറയ്ക്കുന്നു, അല്ലെ? ഇപ്പൊ മനസ്സ് കണ്ടുപിടിക്കാനോ കൺട്രോൾ ചെയ്യാനോ സാധ്യമല്ല. മനസ്സിന്റെ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ തപസ് യോഗം എന്നൊക്കെ പറയുന്നത്. അപ്പൊ മനസ്സ് എന്ന് പറഞ്ഞാൽ കപി സ്വരൂപം എന്ന് പറയും, കുരങ്ങിന്റെ പോലെയാണ് അല്ലെ മനസ്സെന്ന് പറയുന്നത്. മനസ്സ് എന്തെങ്കിലും എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് മനസ്സിനെ നിശ്ചലമാക്കി നിർത്താൻ പറ്റില്ല. കുരങ്ങൻ എങ്ങനെയാണോ മരച്ചില്ലകളിൽ കൂടെ ചാടിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ മനസ്സ് എപ്പോഴും സഞ്ചരിക്കും. അപ്പോഴും ചിത്തം ബുദ്ധി അഹങ്കാരം ഇവരും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും മനസ്സിനോടൊപ്പം. അപ്പൊ എന്ത് ഈശ്വര ഭജനത്തിൽ ഇരിക്കുമ്പോഴും എന്തെങ്കിലും കുങ്കുമം ചന്ദനം ഉള്ളത് നമ്മൾ ഭ്രൂമധ്യത്തിലിടണം. അതായത് ചന്ദനം ബേസ് ആയിട്ട്, അല്ലെ? വിഷ്ണുവിന്റെ സ്വരൂപം ചന്ദനം, കുങ്കുമം ദേവിയുടെ 36 തത്വങ്ങളുടെ സ്വരൂപമാണ്. അപ്പൊ ആ ഭ്രൂമധ്യത്തില് ചന്ദനം കുങ്കുമം നമ്മൾ ഇടണം. എന്നാലേ മനസ്സ് എന്താ പറയാ, യജമാനൻ തൊടുമ്പോ അടങ്ങും, അല്ലെ? പൊട്ടിടുന്നത് തന്നെ മനസ്സിനെ അടക്കാനും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളൊരു ചന്ദനത്തിനകത്ത് ഒരു കുങ്കുമ പൊട്ട് തൊടുമ്പോ അത് ബിന്ദു മണ്ഡല വാസിനി, ഒരു ബിന്ദു അവിടെ വരികയാണ്, അല്ലെ? അപ്പൊ അവിടെ ആരിയ്ക്കുന്നു? ശരിക്കും ശിവനും ദേവി ഇരിക്കുന്നതാണ് ബിന്ദു. അപ്പൊ ആ ഒരു മനസ്സിന്റെ താഴെ 5 ചക്രങ്ങള്, 48 അക്ഷര ദേവികള്, 5 യോഗിനികള് എല്ലാം താഴെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ശിരസ് എന്ന് പറയുന്നത് ഉയർന്ന തലമാണ്, അല്ലെ? താഴെ പ്രകൃതി, അതായത് കഴുത്തിന് കീഴെ കണ്ഠത്തിന് താഴെയുള്ളതിനെ നമ്മൾ പ്രകൃതി എന്ന് പറയണു. അപ്പൊ മനയേവ മനുഷ്യാണ് ബന്ധമോക്ഷ ഹേതയോ, മനസ്സ് തന്നെയാണ് ജീവൻ, പ്രാണൻ, ജീവാത്മാ, പരമാത്മാ എല്ലാം തന്നെ. അപ്പൊ ഇതെല്ലാം തന്നെ ഇതൊരു എന്താ പറയാ, ഒരു വിശൃംഖലയാണെന്ന് നമുക്ക് പറയാം, അല്ലേ? അപ്പോ മനസ്സ് വേണം താഴോട്ട് വന്ന് വിശുദ്ധി, അനാഹതം, മണിപൂരകം, സ്വാധിഷ്ഠാനം, മൂലാധാരത്തില് മധ്യകർണികയിലെ പ്രാണൻ എന്ന ജീവശക്തി. അപ്പോ പരാശക്തി ഉണ്ട്. അപ്പൊ ശിവശക്തി, ശിവ എന്ന് ജപിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എന്താണ്? ആ ഒരു മന്ത്രശക്തി എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ശക്തിയെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടുവന്ന്, മൂലാധാരത്തിലാണ് നമുക്ക് ഉറങ്ങുന്നതെന്ന് നമ്മൾ കണ്ടു, അല്ലെ? ആ ഒരു മുകളിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഭ്രൂമധ്യത്തിലെത്തിയ പിന്നെയും ആ ഒരു 12 പടികളുണ്ടെന്ന് പറയണു. അത് കയറി ശിവനോട് ഐക്യമാവണം. ഇപ്പൊ ജീവോ ബ്രഹ്മൈവ നാപര, ജീവനും ബ്രഹ്മനും രണ്ടല്ല, രണ്ടും ഒന്നാണ്. ശിവോഹം, അല്ലെ? ഐക്യമാവുമ്പോഴാണ് നമ്മൾ അഹം ശിവഹ എന്ന് പറയുന്നത്. പിന്നെ ഒന്നുമില്ല. ഇത് വിധിപൂർവം പറഞ്ഞു തരുന്ന ഒരു എന്താ പറയാ അധ്യായമാണ് യോഗിനി ന്യാസം എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടത്. അപ്പൊ ഈ ചക്രങ്ങളെ എല്ലാം കുറിച്ച് വിശദമായിട്ട് നമ്മൾ കണ്ടു, ഇല്ലേ? അപ്പൊ ഷൺമുഖ ചക്രം എന്നാല് ഒരു കവചം, അത് ജീവനുള്ളതാണ്. അപ്പൊ വിഭൂതി വിസ്താര മാർഗഭേദ സാമരസ്യം, ഇതാണ് നമ്മുടെ ഇപ്പൊ അടുത്ത നമ്മൾ തുടങ്ങാൻ പോകുന്ന ഈ ഒരു അധ്യായം എന്ന് പറയുന്നത്. ഓരോ നാമവും ഇതിനകത്ത് ഓരോ തത്വമാണ്. വിഭൂതി എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ തത്വം. അപ്പൊ ഈ അനുഭൂതിയോടെ, അറിവോടെ ഈ നാമങ്ങൾ ജപിക്കുമ്പോൾ അവർക്ക് എന്താണ് അനുഭവം ഉണ്ടാകും. അപ്പൊ ദേവിയുടെ ഈ പറയുന്ന നാമങ്ങളെല്ലാം തന്നെ, ഇനി വരുന്ന വിഭൂതികളെല്ലാം തന്നെ ഓരോ തത്വങ്ങൾ നമുക്ക് അനുഭൂതിയെ പ്രദാനം ചെയ്യുന്നതാണെന്ന് അർത്ഥം. വിശേഷ അനുഭവം, അല്ലെ? അപ്പൊ ആ ഒരു ദേവി വിശേഷമായി ചെയ്യുന്ന ലീലാ വിനോദങ്ങള് അതെല്ലാം തന്നെ വിസ്താരമായിട്ട്, മാർഗഭേദങ്ങള്, സന്മാർഗം, ദുർമാർഗം, ഏത് വഴിയിലൂടെയും സംസാര ദുഃഖത്തിൽ നിന്ന് കരകയറാനുള്ള വഴികളാണ് ഇതെല്ലാം തന്നെ. മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരനെ നമ്മൾ എങ്ങനെ അറിയും? അപ്പൊ ആ ഒരു ഉള്ളിൽ അറിയണം, അല്ലെ? പുറത്തറിഞ്ഞാൽ പോരെ. ഇതെല്ലാം ദേവിയുടെ വിഭൂതിയാണ്, ഭഗവാന്റെ വിഭൂതിയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ആ ശക്തിയെ ഉള്ളില് അനുഭവിച്ചറിയണം, അല്ലെ? ഇതാണ് വിസ്താരം.
സാമരസ്യം എന്ന് പറഞ്ഞാൽ എന്താ? സമരസം. താൻ അനുഭവിച്ച സുഖം, ആ ഒരു ബ്രഹ്മാനന്ദ സുഖം തന്നെ തന്റെ ഓരോ ഭക്തനും കൊടുക്കണം. അത് കൊടുക്കുന്നു. ഒരു ജീവൻ പരമാത്മാവിൽ നിന്ന് വെളിയിൽ വന്നു. ഇനി തിരിച്ചു പോകാനുള്ള മാർഗം പതുക്കെ പതുക്കെ ദേവി തന്നെ പല വിഭൂതികളിലൂടെ പറഞ്ഞു തരും നമുക്ക്. അപ്പൊ എല്ലാം നമ്മൾ മനസ്സിലാക്കി വേണം തിരിച്ചു പോവാൻ. കാരണം റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിയൽ ആയിട്ടുള്ളതിന്. നമ്മൾ ഈ കാണപ്പെടുന്ന പ്രതിബിംബത്തെ, മായയെ സത്യമാണെന്ന് വിചാരിക്കാതെ മായാവിയെ, ഇതിന്റെ പുറകിലുള്ള ശക്തിയെ മനസ്സിലാക്കി വേണം. മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചു പോക്കുള്ളൂ, ഇല്ലേ? ആ പൂർണ്ണ ജ്ഞാനം ലഭിച്ച് ആ ഒരു ഞാനായി മാറണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു തിരിച്ച് യാത്രയില്ലാത്ത സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റൂ. അപ്പോ ആ ഒരു നമ്മൾ പറയാറുണ്ട്, സംസാര സാഗരേ മഗ്നം, ഇല്ലേ? ആ ഒരു സംസാര സംസാര പങ്ക നിർമ്മഗ്ന സമുദ്ര പണ്ഡിത. നമ്മൾ എപ്പോഴും പറയാം, അമ്മയോട് ചോദിക്കുന്ന എന്താ? സംസാര സാഗരേ മഗ്നം, ഈ സംസാര സാഗരത്തിൽ മുങ്ങിക്കിടക്കുന്ന ഈ ജീവനെ അമ്മ രക്ഷിക്കൂ, അല്ലെ? ആ ഒരു ഗജേന്ദ്രൻ ഭഗവാനോട് പറഞ്ഞ പോലെ. അപ്പോ അതുപോലെ നമുക്ക് നമ്മുടെ ഈ കാണപ്പെടുന്നത് ഒന്നും നമ്മളെ രക്ഷിക്കില്ല. ബന്ധുക്കളില്ല, ധനമില്ല, ആരോഗ്യമില്ല. ഇതെല്ലാം ഒരു സമയം നമ്മുടെ നിന്ന് നഷ്ടപ്പെട്ടു, ഒന്നുകൊണ്ടും പ്രയോജനമില്ലാത്ത അവസ്ഥയും വരാം. അപ്പോൾ നമ്മൾ എന്താ പറയുക? നമുക്ക് ഭഗവാനല്ലാതെ ആരും ആശ്രയമില്ല. ഇത് നേരത്തെ തന്നെ അറിഞ്ഞ് ആ ദേവിയുടെ പാദപത്മങ്ങളില് നമ്മള് ആ ഒരു പൂർണ്ണ ശരണാഗതി ചെയ്യണം. സംസാര പങ്ക നിർമ്മഗ്ന സമുദ്ര പണ്ഡിത നിർദഗ്ധ. അപ്പൊ ദേവി എവിടെ, എങ്ങനെയാണ് ഇരിക്കുന്നത്? അപ്പോ ഈശ്വരൻ താൻ അനുഭവിച്ച ആ ബ്രഹ്മാനന്ദ സുഖത്തെ ഭക്തനും കൊടുക്കുന്നു. അതാണ് സാമരസ്യം എന്ന് പറയുന്നത്. ഞാനും നീയും ഒന്ന്. അപ്പൊ ഈ സത്യം മനസ്സിലാക്കാനാണ് എല്ലാം ഈ പ്രപഞ്ചത്തില്. ഇപ്പൊ പരമാത്മാവിൽ നിന്ന് വിട്ടുവന്ന ജീവൻ അവിടെ എന്താ പറയാ, ഇവിടെ ഓരോ സംഭവങ്ങളും, അതായത് ഓരോന്നും മനസ്സിലാക്കി വിശുദ്ധമായെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പരമാത്മ ലയനം സാധ്യമാകൂ. അപ്പൊ പൂർണ്ണ ജ്ഞാനിയായിരിക്കുന്ന ആ ഒരു എന്താ പറയാ, ജീവന് മാത്രമേ ജീവ ബ്രഹ്മ ഐക്യം നടക്കുള്ളൂ എന്ന് പറയുന്നു. അപ്പോ മുക്തി മരണത്തിന് ശേഷമല്ല, ഉറച്ചു ചിന്തിച്ചോളണം. അത് നല്ലവണ്ണം മനസ്സിലാക്കേണ്ട കാര്യമാണ്. മുക്തി എന്ന് പറയുന്നത് മരണശേഷം കിട്ടില്ല. ജീവിച്ചിരിക്കുമ്പോ ഇവിടെ ഇപ്പോ ഈ അറിവ് കൊണ്ട് നമ്മൾ ലഭിച്ചോളണം. ഇന്ന് ഇപ്പോൾ ഇവിടെ കിട്ടണം, അല്ലേ? പാശം, ദുഃഖം, കാമം, കടം, 64 മുക്തികൾ വേണം. കാരണം നിർവാണ സുഖദായിന്യേ നമ, ഇതിലെ നാമങ്ങളെല്ലാം അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓരോ നാമങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. അപ്പൊ ആ ഒരു ബുദ്ധൻ 400 ജന്മം തപസ് ചെയ്ത് അവസാനത്തെ ജന്മത്തിലാണ് മുക്തി കിട്ടിയതെന്ന് പറയണു. അപ്പൊ സന്യാസം, മുക്തി, ഇല്ലേ? ശരിക്കും ആബ്സല്യൂട്ട് സീറോ, ഒന്നും ഇല്ലാത്ത അവസ്ഥയാണത്. അപ്പൊ ചെറിയ എനർജി വലിയ എനർജിയിൽ ചേരും, കാന്തത്തിൽ ഒട്ടുന്ന പോലെ. ആഗ്രഹം തീരുന്നിടം വരെ ജനനം നടന്നുകൊണ്ടേയിരിക്കും. പ്രാണികള്, മരങ്ങള്, ജന്തുക്കള്, എല്ലാത്തിൽ നിന്നും പ്രൊമോഷൻ കിട്ടി മനുഷ്യജന്മത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും. ആയുസ് കുറഞ്ഞത് ഒരു 46-47 ആകും, അല്ലേ? അടുത്ത 30-40 വർഷം എന്ന് പറയുന്നത് ആ ഒരു കലി മുറ്റുമ്പോ മനുഷ്യജന്മങ്ങൾ കുറഞ്ഞു വരും എന്ന് പറയണു. അപ്പൊ മോക്ഷം എന്നത് വളരെ ബുദ്ധിമുട്ടാണ് മനുഷ്യനെ സംബന്ധിച്ച്. ഇത് നമ്മുടെ എന്താ പറയാ, ആ ഒരു നമ്മുടെ പ്രാരാബ്ധ കർമ്മങ്ങള്, അല്ലെ? ഇത് ബ്രഹ്മം, മോക്ഷം എല്ലാം തന്നെ ഉയർന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കാൻ തന്നെ അനേക ജന്മങ്ങളിലൂടെ യാത്ര ചെയ്യണം, എന്നാലേ ഇത് അറിയെങ്കിലും ചെയ്യുള്ളൂ. ഈ വിഭൂതി വിസ്താര യോഗം ഒരു മനുഷ്യന്റെ ദേവിയോടുള്ള ഉയർന്ന ബന്ധത്തെ കാണിക്കാനാണ്. അപ്പൊ ഇത് കർമ്മ, ഭക്തി, ജ്ഞാന യോഗം തന്നെയാണ്, അല്ലേ? അപ്പോ ആ ഒരു ഹം മാർഗം, അതായത് ഇതിൽ അടങ്ങുകയാണ്. ഇതിലെല്ലാം എന്താ പറയാ, അഹം, അല്ലേ? ഞാൻ ആരാണ് എന്നുള്ള ആ അറിവ് തരുന്ന മാർഗമാണ്. അപ്പൊ ഇത് അറിഞ്ഞാൽ നമുക്ക് മുക്തി കിട്ടും. ഈ ശരീരം എത്ര പവിത്രമാണെന്ന് നമ്മൾ അറിയും. ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഈ ശരീരത്തിന് കാരണം എന്താണ്? അന്നം ജീവസ്യ കാരണം, അല്ലേ? അപ്പോ എന്താ പറയാ, നമ്മുടെ ഈ ശരീരം, അതായത് അന്നമയ കോശം, ജീവൻ ഉണ്ടാകാൻ കാരണമായത് അന്നമാണ്. അപ്പൊ മനുഷ്യൻ കഴിക്കുന്ന അന്നം 30 എന്താ പറയാ 30 ദിവസം, ഇല്ലേ? ആ ഒരു 30 ദിവസം കഴിയുമ്പോൾ 30-ാം ദിവസം ശുക്ല രൂപമായിട്ട് മാറണമെന്ന് പറയണു. ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു എന്താ പറയാ മാങ്ങ, എന്ത് കഴിച്ചാലും അത് അന്നമയ കോശത്തിൽ ചെന്ന് ചേരും, അല്ലേ? ആ ഒരു ഫുഡ് എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണത്. അപ്പൊ ശരിക്കും പറഞ്ഞാല്
നമ്മുടെ ഈ ആഹാരം കഴിച്ച് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഒരു സ്ഥൂല ശരീരം ശരിക്കും ആത്മാവിന്റെ ഒരു വസ്ത്രമാണ്, അല്ലെ? ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഒരു ബേസിക് തിങ്സ് മനുഷ്യന് വേണ്ടത് എന്തൊക്കെയാണ്? എല്ലാ അന്നപദാർത്ഥങ്ങളിലും ദേവി ജീവശക്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. കുണ്ടലിനി ശക്തി ഉറങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ കാരണം ഇതാണ്. കാരണം അതിനെ ഉണർത്തണം. ഇപ്പൊ ഭൂമിയില് ആ ഒരു മണ്ണ് വെട്ടി വെള്ളം ഒഴിച്ച് നട്ടാൽ പെട്ടെന്ന് അവിടെ ചെടി മുളയ്ക്കും, ഇല്ലേ? അല്ലാതെ നമുക്ക് കട്ടിയായി കിടക്കുന്ന ഒരു തറയില് നമുക്ക് വിത്ത് വിതയ്ക്കാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ ജീവശക്തി ഈ ശരീരമാകുന്ന നിലത്തില് ഉണർത്താതെ വെള്ളം ഒഴിക്കാതെ ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പൊ അതിനാണ് വെള്ളം, അതായത് ധ്യാനമാകുന്ന ചൂട് ഒക്കെ കൊടുത്ത് അതിനെ ഉണർത്തണം. അപ്പോ വെറും കാറ്റാകുന്ന പ്രാണൻ അതിനെ എന്താ പറയാ, അതുകൊണ്ടൊന്നും കുണ്ടലിനി ശക്തി ഉണരുന്നില്ല. അപ്പൊ പഞ്ചഭൂതങ്ങളെ ഉണർത്തി വേണം മൂലാധാര ശക്തിയെ ഉണർത്താൻ. അങ്ങനെ ഉണർന്ന കുണ്ടലിനി മൂലാധാരത്തിൽ നിന്ന് വിശുദ്ധി എത്തുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബ്രഹ്മാണ്ടത്തെ തന്നില് കാണാൻ തുടങ്ങും. ഇപ്പൊ മൂലാധാരം സ്വാധിഷ്ഠാന ചക്രങ്ങൾ കടക്കുമ്പോൾ ആ ഒരു കാമക്രോധാദികൾ മാറും. എല്ലാവരോടും ഒരു സ്നേഹമുണ്ടാകും. അനാഹതത്തിൽ ഒരു യൂണിവേഴ്സൽ ലവ് ഉണ്ടാകും. ആ ഒരു ശരിക്കും പറഞ്ഞാൽ വി ആർ ഡിഫറെന്റ് ഫ്രം അതർ ക്രൗഡ് എന്നുള്ളൊരു തോന്നല്. നമ്മൾ മറ്റുള്ളവരെ പോലെ അല്ല. ഉന്നതമായ ഒരു ഗതി എന്താണെന്ന് മനസ്സിലാവാൻ തുടങ്ങും. അപ്പൊ ആ ഒരു സന്തോഷമായി ഭോഗങ്ങളെല്ലാം തന്നെ അനുഭവിക്കണം. അങ്ങനെ വാസനകൾ ക്ഷയിക്കും. ഏത് ആഗ്രഹം വന്നാലും അത് വാസനാബദ്ധം തന്നെയാണ്. അതിനെ പതുക്കെ പതുക്കെ നമ്മൾ ഓവർകം ചെയ്യും. ആ ഒരു പൂർണ്ണമായിരിക്കുന്ന അറിവ്, അല്ലെ, എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത്, അത് കിട്ടി അതിലേക്ക് നമ്മൾ മനസ്സിനെ കൊണ്ടുപോകണം. അത് മനസ്സിനെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്, അല്ലെ? വേറെ ഒരു ഇൻസ്ട്രുമെന്റ് നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പൊ ഗുരു ഉപദേശത്തോടെ നമുക്ക് ആ ഒരു എഫേർട്ട് കൊണ്ട്, സ്വപ്രയത്നം കൊണ്ട് സഹസ്രാരത്തിൽ എത്തിച്ച് സർവതോന്മുഖിയാകണം. അപ്പോ സർവോദന പ്രീതചിത്ത ദേവിക്ക് സ്വാഹ സ്വധ മദർ മേധ ശ്രുതി അനുത്തരായേ നമ. ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നാമമാണ്. സ്വാഹ സ്വധ മദർ മേധ ശ്രുതി അനുത്തരായേ നമ, അനുത്തമായേ നമ. അപ്പൊ ഈ ഒരു നാമം, അതായത് 5 വലിയ പ്രധാനപ്പെട്ട, നമ്മൾ മെഗാ സീരിയൽ എന്നൊക്കെ പറയില്ലേ, ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട 5 സത്യങ്ങള്, അല്ലെ, തത്വങ്ങള് ഇതിൽ കാണിക്കുകയാണ്. കാരണം സ്വധ എന്നുള്ള ദേവി, സ്വാഹ മതി എന്ന് പറഞ്ഞ ബുദ്ധി, അമതി മതി, അപ്പൊ മേധ അറിവ് സരസ്വതി, ശ്രുതി എന്ന് പറഞ്ഞ വേദം, സ്മൃതി എന്ന് പറഞ്ഞ പുരാണങ്ങള്. സ്മൃതിയാണ് വാസനാരൂപത്തില് പല ജന്മങ്ങളിലും നമ്മളെ പിന്തുടരുന്നത്, അല്ലെ? ഇപ്പൊ ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രാഹ്മണൻ. അപ്പൊ പരാശക്തിയുടെ അംശദേവതകള് ഇവരെല്ലാണ് സ്വാഹ സ്വധ എല്ലാം തന്നെ. വേറൊരു ഉള്ളിലെ ദേവി ദക്ഷിണാദേവി. ഈ 3 ദേവിമാരും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. മഹാവിഷ്ണുവിന്റെ യജ്ഞേശ്വരനായ അവതാരത്തിലെ ഭാര്യയാകാൻ ദക്ഷിണാദേവി ഉണ്ടായിന്ന് കഥ. ഇവർക്കുണ്ടായ പുത്രൻ ഫലദൻ, ഫലത്തെ കൊടുക്കുന്നവൻ. അപ്പൊ ഏത് കർമ്മത്തിനും ഫലം കൊടുക്കാൻ എന്താ പറയാ, കൊടുക്കുന്ന വ്യക്തിയാണ് ഫലദൻ. അപ്പൊ ആദ്യം നമുക്ക് സ്വാഹയാണ് ആദ്യത്തെ നാമം ദേവിയുടെ. ഈ പ്രപഞ്ചത്തിൽ അമ്മ എന്തൊക്കെയായിട്ടിരിക്കണം, അമ്മയുടെ വിഭൂതികളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ സാധാരണ ഹോമങ്ങളിൽ കേൾക്കുന്ന മന്ത്രമാണ്, അല്ലെ, സ്വാഹ. അപ്പൊ മന്ത്രങ്ങളുടെ അവസാനം 8 രീതിയിലുള്ള യോഗങ്ങളുണ്ട്. അപ്പൊ സപ്തകോടി മന്ത്രങ്ങളുണ്ട്. അപ്പൊ മന്ത്രത്തെ പൂർത്തീകരിച്ച പൂർത്തീകരിച്ച് ഫലത്തെ കൊടുക്കുന്ന ശക്തികളാണ് ഇവരെല്ലാം. അപ്പൊ അവ 8 പേരാണ്. ആദ്യത്തേത് നമുക്ക് ഹും എന്ന് പറയുന്ന മന്ത്രമാണ്. ഇപ്പൊ കൃഷ്ണൻ യുധിഷ്ഠിരൻ, അതായത് ആ ഒരു മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ആ ഒരു പട്ടാഭിഷേകത്തിന് ഇരിക്കുമ്പോ ആ ഒരു ദുര്യോധനൻ യുധിഷ്ഠിരനെ വധിക്കാനായിട്ട് ആ ഒരു എന്താ പറയുക, ഒരു രഹസ്യ സംഘത്തെ റെഡിയാക്കി വെച്ചിരുന്നു എന്ന് പറയണം ദുര്യോധനൻ. അപ്പൊ അവര് ബ്രാഹ്മണ വേഷത്തിൽ അവിടെ വന്നിരുന്നു. അപ്പൊ ദുര്യോധനന് താൻ മരിക്കുമെന്ന് ആദ്യമേ അറിയാമായിരുന്നു. അങ്ങനെ കൃഷ്ണന് ആ ഒരു വ്യാജ പൂജാരികളെ മനസ്സിലായി, വന്നിരിക്കുന്നവര് യഥാർത്ഥ പൂജാരികളല്ല എന്ന്. അപ്പൊ അവര് എന്താ പറയാ, യഥാർത്ഥ പൂജാരികള് ഭഗവാന്റെ ആ ഒരു എന്താ പറയാ അനുഗ്രഹത്തോടുകൂടി ഒരുമിച്ച്, യഥാർത്ഥ പൂജാരികളും ഭഗവാനും കൂടി ഒരുമിച്ച് അവിടെ ഹും എന്നുള്ളൊരു ആ ഒരു ശബ്ദം ഉച്ചരിച്ചതും കള്ളന്മാര് വന്നത്, അതായത് വേറെ വേഷം ധരിച്ചു വന്നവരെല്ലാം തന്നെ എരിഞ്ഞ് ചാമ്പലായി. അപ്പൊ ഹും വളരെ ശക്തിയുള്ള ഒരു മന്ത്രമാണ്, അവസാനം ഉപയോഗിക്കണം. അടുത്തത് ഫട്ട്. ഫട്ട് മന്ത്രങ്ങളെല്ലാം അസ്ത്രപ്രയോഗങ്ങളാണ്. ഹും ഫട്ട് എന്ന് പറയുന്നത്
സത്കർമ്മ പൂജാ പദ്ധതികൾ ഉപയോഗിക്കുന്നത് ഈ മന്ത്രമാണ്. അപ്പൊ അഥർവ വേദം അനുസരിച്ച് വെറും ഫട്ട് എന്ന മന്ത്രം ആഭിചാര കർമ്മങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഉച്ചാടന മന്ത്രം എന്ന് പറയുന്നത് വൗഷഡ്. അപ്പൊ വൗഷഡ്, സ്വാഹ, നമ, സ്വധ, വൗഷഡ് ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ അവസാനം 8 മന്ത്രങ്ങൾ ജപിച്ചെങ്കിലേ പൂർണ്ണമാവുള്ളൂ എന്ന് പറയണം, ഫലം കിട്ടുകയുള്ളൂ. അപ്പൊ സ്വാഹ, സ്വധ, ദക്ഷിണാദേവി. അപ്പൊ സൃഷ്ടി ആരംഭം മുതലേ പ്രകൃതിയിൽ നിന്ന് പ്രപഞ്ചം ഉരുത്തിരിയാണ്. അപ്പൊ ബ്രഹ്മാവ് പിതൃദേവതകൾ എന്ന് പറഞ്ഞ് 7 ദേവതകളെ ഉണ്ടാക്കി. അതിൽ 4 പേര് മൂർത്തി സ്വരൂപങ്ങളും 3 പേര് തേജോ രൂപികളുമായിട്ടിരിക്കണം. അപ്പൊ അതില് അഗ്നി, അതായത് ബർഹി സത്വർ, സോമർ, യമൻ. അപ്പൊ ഇങ്ങനെ 3 പേര് മൂർത്തി സ്വരൂപങ്ങള് നമുക്ക് ആ ഒരു ഫിസിക്കലായിട്ട് രൂപമുണ്ട്. അപ്പൊ തേജസ് രൂപികളായിട്ട് അനലൻ, ആ ഒരു ദ്യോമന്റെ ആര്യമാവ്, ഇവ തേജോ രൂപികള്. ഈ 7 പേര് ചേർന്നതാണ് നമ്മൾ പിതൃലോകം എന്ന് പറയുന്നത്. അപ്പൊ ധാരാളം ജീവനുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കും. ഇവിടെ കട ഉള്ളവര്, വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തവര് എല്ലാം ഇവിടെ വരും. വന്നിട്ട് ഇവിടെ സന്ദർശിച്ചേ മതിയാവൂ. കാരണം പിതൃക്കൾക്ക് ധാരാളം വരങ്ങൾ കൊടുക്കാനുള്ള ശക്തിയുണ്ട്. ഇപ്പൊ പൗത്രന്മാര്, ധനധാന്യ സമ്പത്തുകള്, ഭാര്യ ഭർത്താവ്, നല്ല ദമ്പതി സുഖം, ഇങ്ങനെ എല്ലാം പിതൃക്കളാണ് കൊടുക്കുന്നത്. അപ്പൊ ബ്രാഹ്മണർ തങ്ങളുടെ ഹോമങ്ങളും മറ്റും നടത്തുമ്പോൾ ദേവന്മാർക്ക് കൊടുക്കുമ്പോൾ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യന്മാരാണ് ഈ 3 ഗ്രൂപ്പിനും പൂണൂലുണ്ട്. അപ്പൊ ദേവ, പിതൃ, ഋഷി, പിതൃ കർമ്മങ്ങളെല്ലാം ചെയ്യണം. 5 ഋണങ്ങള് നമ്മൾ വീട്ടണം. കാരണം സ്വാഹ എന്ന ദേവി മൂലപ്രകൃതിയിൽ നിന്ന് വന്നതാണ്. അപ്പൊ ദേവകളെല്ലാം ഒരുമിച്ച് പറഞ്ഞു, അഗ്നി കൊണ്ടുവരുന്ന ഭക്ഷണത്തിന് ശക്തിയില്ല, അതുകൊണ്ട് ശക്തി കൊടുക്കണം എന്ന് ബ്രഹ്മാവിനോട് അപേക്ഷിക്കുകയാണ്. ബ്രഹ്മാവ് വിഷ്ണുവുമായി ആലോചിച്ചു. വിഷ്ണു പറഞ്ഞു, മൂലപ്രകൃതിയായിരിക്കുന്ന പരാശക്തിയെ പരബ്രഹ്മ സ്വരൂപിണിയാണെങ്കിലും ആ അമ്മയ്ക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ, പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ഒരു ബ്രഹ്മദേവൻ പൂജ, സ്തോത്രം എല്ലാം തന്നെ ദേവിക്ക് വേണ്ടി ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ബ്രഹ്മാവ് തപസ് ചെയ്ത് ദേവിയുടെ അനുഗ്രഹം വാങ്ങി. അങ്ങനെ മൂലപ്രകൃതിയിൽ നിന്ന് ഒരു സുന്ദരിയായ ദേവി പുറത്തു വന്നുവെന്നും ആ ഒരു സ്വാഹ എന്ന ആ പേരിലാണ് അറിയപ്പെട്ടത്. അപ്പൊ സ്വാഹ എന്ത് വരം വേണമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ദേവന്മാർക്ക് ആഹാരം കൊണ്ടുവരുന്ന അഗ്നിയുടെ ശക്തി നശിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അഗ്നിയെ കല്യാണം കഴിക്കണം എന്ന് ആവശ്യപ്പെട്ടു. തന്റെ ഇഷ്ടം ചോദിക്കാതെ ആ വിവാഹം ആവശ്യപ്പെട്ടത് കൊണ്ട് സ്വാഹാദേവി പിണങ്ങി തപസ്സിന് പോയി. അപ്പോ നാരായണന്റെ കൃഷ്ണഭാവത്തെയാണ് തപസ് ചെയ്തത്. കൃഷ്ണൻ പ്രത്യക്ഷമായി തനിക്ക് ഇപ്പോ വിവാഹത്തിന് പറ്റില്ല എന്ന് ആ ഒരു വരാഹകൽപ്പത്തിൽ വിവാഹം ചെയ്യാമെന്നും സമ്മതിക്കുകയാണ്. അപ്പൊ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്വാഹാദേവി അഗ്നിയെ വിവാഹം ചെയ്ത് അവർക്ക് 3 കുട്ടികളുണ്ടായി എന്ന് പറയണു. ഒന്ന് ദക്ഷിണം, ഒന്ന് ഗാർഹപത്യം, ഒന്ന് ആവഹനീയം. അപ്പൊ ഈ 3 കുട്ടികള്, ഈ 3 അഗ്നിക്ക് ഉള്ള പ്രത്യേക ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ അഗ്നി സ്വാഹയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഭർത്താവ് ഭാര്യയെ പൂജിക്കണം. ഭൂമിയിൽ ഇത് രാമകൃഷ്ണ പരമഹംസർ ചെയ്ത് കാണിച്ചു തന്നതാണ്, അല്ലെ? അഗ്നി സ്വാഹാദേവിയെ വളരെ നന്നായി പൂജ ചെയ്തിട്ടാണ് വിവാഹം കഴിച്ചത്. ഏത് കർമ്മങ്ങളുടെ അവസാനവും ഈ സ്വധ, ദക്ഷിണ മന്ത്രങ്ങൾ പറയാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പൂർണ്ണ ഫലസിദ്ധിക്ക് വേണ്ടിയിട്ട്. അപ്പൊ സ്വാഹാദേവിയെ പലവിധ തന്ത്രങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുത്തുവാൻ ആ ഒരു മൂലമന്ത്രവും നമ്മൾ ജപിക്കണം. എന്താണ്? ഓം ഹ്രീം ശ്രീം വന്യജായൈ ദേവിയെ സ്വാഹ. ഇതാണ് മൂലമന്ത്രം. അപ്പൊ അങ്ങനെ അഗ്നിയോട് സ്വാഹ ചേർത്ത് ആഹൂതി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ദേവന്മാരുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. ഇനി അടുത്തത് സ്വധാദേവി. ഇപ്പൊ ദേവിയുടെ ആ ഒരു പൂർവാശ്രമത്തിലെ പേര് സുശീല എന്നായിരുന്നു. സ്വധാദേവി ആ ഒരു ബ്രഹ്മാവിന്റെ മാനസപുത്രിയാണ്. ഈ ദേവി ഒരു ഗോപികയായിട്ട് ഗോലോകത്തിൽ കഴിഞ്ഞുവെന്നും രാധാദേവിക്ക് 1608 ഗോപന്മാര് അസിസ്റ്റൻസ് ആയിട്ട് ആ അമ്മയെ സേവിച്ചുകൊണ്ട് ഉണ്ടായിരുന്നുവെന്നും ഈ ദേവിക്ക് പരിചാരികൾ രാധാദേവി എന്ന മഹാശക്തിക്ക് എപ്പോഴും ചുറ്റും അവര് ദേവിയെ സേവിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം സുശീല കൃഷ്ണനുമായിട്ട് സംസാരിച്ച് അറിയാതെ കൃഷ്ണൻ സുശീലയുടെ മടിയിൽ കിടന്നു. ഇതറിഞ്ഞ രാധാദേവി കോപം കൊണ്ട് കണ്ണ് അഗ്നിഗോളങ്ങളായി എന്നും കൃഷ്ണൻ പോലും ഭയന്ന് അപ്രത്യക്ഷപ്പെട്ടുവെന്നും സുശീല രാധാദേവിയോട് സാഷ്ടാംഗം മാപ്പ് പറഞ്ഞു. പക്ഷെ രാധാദേവി എന്ന മഹാരാജ്ഞി പറഞ്ഞു,
തെറ്റ്, ധർമ്മം പാലിച്ചേ പറ്റൂ, ഗോലോകത്തിൽ നിന്ന് പോയേ പറ്റുള്ളൂ എന്ന് ഈ സുശീല ബ്രഹ്മദേവനെ തപസ് ചെയ്യാൻ തുടങ്ങി. കൃഷ്ണൻ കുറച്ചു നാളത്തേക്ക് ഗോലോകത്തേക്ക് വന്നതേയില്ല. രാധയ്ക്ക് കൃഷ്ണനില്ലാതെ ജീവിക്കാനും പറ്റില്ല. അപ്പോ മാപ്പ് അപേക്ഷിച്ചു. സുശീലയുടെ തപസ്സിൽ സംതൃപ്തനായിരിക്കുന്ന ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് പറഞ്ഞു, തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, മഹാലക്ഷ്മിയെ തപസ് ചെയ്യാൻ പറഞ്ഞു. സുശീലയുടെ ഉഗ്ര തപസ്സുകൊണ്ട് മഹാലക്ഷ്മി പ്രത്യക്ഷയായി. അപ്പൊ സുശീല തന്നെ ദേവിയുടെ ശരീരത്തിൽ ചേർക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ലക്ഷ്മിയിൽ ലയിച്ചാൽ വിഷ്ണുവിനെ ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു സുശീലയ്ക്ക്. മഹാലക്ഷ്മി തന്റെ ശരീരത്തിൽ സുശീലയെ തന്നില് ലയിപ്പിക്കുകയാണ്. അപ്പോൾ പിതൃലോകത്തിലുള്ള പ്രശ്നം തുടങ്ങി. അവർക്ക് സ്വധാദേവിയിലൂടെ കിട്ടിയ ആഹാരങ്ങള് 7 പിതൃക്കൾക്ക് ലഭിക്കാതായി. അവർ വിഷ്ണുവിനെ സമീപിച്ച് തങ്ങളുടെ ദുഃഖം പറഞ്ഞു. വിഷ്ണു ലക്ഷ്മിക്ക് ഷോഡശ ഉപചാര പൂജ ചെയ്ത് ലക്ഷ്മിയിൽ ലയിച്ച സ്വധാദേവിയെ പുറത്തു കൊണ്ടുവന്നു. അപ്പൊ തന്നിൽ നിന്ന് ഒരു യജ്ഞപുരുഷനെയും ഉണ്ടാക്കി. അപ്പൊ യജ്ഞപുരുഷൻ മഹാവിഷ്ണു യജമാനൻ കൃഷ്ണൻ. അപ്പൊ അങ്ങനെ യജ്ഞപുരുഷനും സ്വധാദേവിക്കും വിവാഹം നടന്നവര് ഭരതൻ എന്നുള്ള ഒരു പുത്രനുണ്ടായി. അപ്പൊ സ്വധാദേവിയുടെ അനുഗ്രഹം കൊണ്ട് പിതൃക്കളുടെ പ്രശ്നം കഴിഞ്ഞു. ഇപ്പൊ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ശ്രാദ്ധ കർമ്മങ്ങൾ ചെയ്യുന്നവർ സ്വധ എന്ന പേരോടെ ചെയ്യുമ്പോൾ എല്ലാം പിതൃക്കൾക്ക് ലഭിച്ച് അവർ സംതൃപ്തരാകുമെന്ന് അനുഗ്രഹിച്ചു. ഈ സ്വധാദേവിയുടെ അനുഗ്രഹം എന്തെന്ന് വെച്ചാൽ 3 പ്രാവശ്യം സ്വധ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ആദ്യ പ്രാവശ്യം പറയുമ്പോൾ തന്നെ സമ്പൂർണ്ണ ശ്രാദ്ധത്തിന്റെ ഫലം ലഭിക്കുമെന്ന് പറയാറുണ്ട്. ഇപ്പൊ സ്വധ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു പൂർണ്ണം ശ്രാദ്ധം ചെയ്തതിന്റെ ഫലം കിട്ടും. രണ്ടാമതായിട്ട് സ്വധ എന്ന് പറഞ്ഞാല് പിണ്ടബലി കൊടുത്ത ഫലം കിട്ടും എന്ന് പറയണു. മൂന്നാമത് സ്വധ എന്ന് പറഞ്ഞാല് തർപ്പണ ഫലം കൊടുക്കുമെന്ന് അനുഗ്രഹിച്ചു. അപ്പൊ ശ്രാദ്ധം, ബലി, തർപ്പണം ഇവയൊക്കെ ചെയ്തതിന്റെ ഫലം സ്വധാദേവിയെ എന്നുള്ള മന്ത്രം ജപിച്ചാൽ കിട്ടും. അപ്പൊ സ്വാഹ സ്വധ ദക്ഷിണാദേവിയെ നമ എന്ന് 6 ദിവസവും 3 പ്രാവശ്യം ജപിച്ച് ഈ ദേവികളെ വന്ദിക്കുന്നു. അവർക്ക് വേദങ്ങളിൽ പറയുന്ന യാഗയജ്ഞാദികൾ ചെയ്ത ഫലം കിട്ടും. ഇനി സ്വധാദേവിയെ തുലാം വൃശ്ചിക മാസങ്ങളിലെ ശരത്കാല ഋതുവിൽ പൂജ ചെയ്യണമെന്ന് പറയണു. ആ ഒരു കൃഷ്ണപക്ഷ ത്രയോദശി അത്യുത്തമമാണ്. ശ്രാദ്ധകാലം, വാവ്, കറുത്തവാവ്, കർക്കിടവാവ് തുടങ്ങിയ ദിവസങ്ങളില് ഈ സ്വധാദേവി മന്ത്രം ജപിച്ചാൽ മാത്രം മതി ശ്രാദ്ധ ഫലം കിട്ടുമെന്ന് പറയണു. ഓം ഹ്രീം ശ്രീം ക്ലീം സ്വധാദേവിയെ സ്വാഹ. അപ്പൊ അടുത്തത് ദക്ഷിണാദേവിയാണ്. നാം ഏത് കാമ്യകർമ്മങ്ങൾ ചെയ്താലും ദക്ഷിണ കൊടുത്തു വേണം ചെയ്യാനെന്ന് പറയാൻ കാരണം എന്താ? ചെയ്ത ആളിന് ദക്ഷിണ കൊടുത്തെങ്കിലേ കർമ്മം പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ, ഇല്ലെങ്കിൽ പൂർണ്ണമാവില്ല. അപ്പൊ ദക്ഷിണ ഇല്ലാതെ ചെയ്യാൻ പാടില്ല. അപ്പൊ ദക്ഷിണ എന്താ ഏതെങ്കിലും ഒരാൾ പറഞ്ഞു വാങ്ങിയാല് അയാള് കുംഭീഭാഗ നരകത്തില് 1,00,000 ദേവവർഷം തപിക്കണം. കാരണം നമുക്ക് ചോദിച്ചു വാങ്ങിക്കാൻ പാടില്ല, അറിഞ്ഞു കൊടുക്കുന്നതേ സ്വീകരിക്കാൻ പാടുള്ളൂ, ഇല്ലേ? അപ്പൊ ദക്ഷിണ കൊടുക്കുമ്പോൾ ഒരു തുളസി പത്രം കൊടുക്കുകയോ അല്ലെങ്കിൽ കൊടുക്കുന്ന പണത്തോടൊപ്പം ഒരു തുളസി കൊടുക്കുകയോ ചെയ്യണമെന്ന് പറയാറുണ്ട്. കാരണം കൃഷ്ണന്റെ ഭാരം ഒരു തുളസിക്ക് സമമാണ്. ദക്ഷിണ കൊടുക്കാതെ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ ഫലം മഹാബലിക്ക് ചെന്ന് ചേരും എന്നാണ് പറയുന്നത്. ഇപ്പൊ മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് അയച്ചപ്പോ ചില അനുഗ്രഹങ്ങൾ കൊടുത്തതിൽ ഒന്നാണിത്. ഇപ്പൊ വേദപഠനം ഇല്ലാത്ത ബ്രാഹ്മണന് ശ്രാദ്ധ ഭോജനം ചെയ്താലും ആ ഫലവും മഹാബലിക്ക് കിട്ടും. വേദം എന്നാല് സന്ധ്യാവന്ദനങ്ങൾ ചെയ്തിരിക്കണം, അല്ലെ? ചെയ്തിരിക്കും വേദങ്ങളില്. അപ്പൊ ഇപ്പോ ചെയ്യുന്ന കർമ്മങ്ങള് ആ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കാത്തതിന് കാരണം ഇതെല്ലാം കൊണ്ടാണ്. ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കുന്നില്ല എന്നതാണ് കാര്യം. ഇപ്പൊ പഞ്ചശുദ്ധികള് ഇപ്പോ ഇല്ല. മന്ത്രശുദ്ധി, ദ്രവ്യശുദ്ധി, മനഃശുദ്ധി, ലോപശുദ്ധി, ശരീരശുദ്ധി, കർമ്മശുദ്ധി ഇവയെല്ലാം നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് വേണമെങ്കിലേ സമ്പൂർണ്ണ ഫലം കിട്ടുള്ളൂ, ഇല്ലേ? പൂർണ്ണ യജ്ഞത്തിന് അപ്പൊ ആ ശ്രദ്ധയും വിശ്വാസവും ഭക്തിയും ഇല്ലാതെ ദാനം ചെയ്യുന്നവന്റെ ദാനഫലങ്ങളെല്ലാം തന്നെ മഹാബലിക്ക് എത്തിച്ചേരും. അപ്പൊ ദാനം ആ ഒരു ഫലേച്ഛയോടെ ചെയ്യുന്നത് എന്താ പറയുക, ദാനഫലേച്ഛയോടെ ചെയ്യുന്നത് ദാനമല്ല, ഫലേച്ഛ ഇല്ലാതെ ചെയ്യുന്നതാണ് ധർമ്മം, ഇല്ലേ? അപ്പൊ ആ ഒരു ശൂദ്ര സ്ത്രീയെ വിവാഹം കഴിച്ചാൽ ബ്രാഹ്മണൻ ചെയ്യുന്ന പൂജാഫലങ്ങള് മഹാബലിക്ക് കിട്ടും. അപ്പോ ആ ഒരു എന്താ പറയാ, ശരിക്കും പറഞ്ഞാല് അസത്തായ ബ്രാഹ്മണൻ, സത്തല്ലാത്ത ബ്രാഹ്മണൻ, ഗുരുഭക്തി ശുചിത്വമില്ലാത്തവരുടെ പൂജാഫലങ്ങളെല്ലാം തന്നെ മഹാബലിക്ക് ചെന്ന് ചേരും. അപ്പൊ സ്വാഹാമന്ത്രം ജപിക്കാതെ ചെയ്യുന്ന യജ്ഞാദികൾ ചെയ്താല് ആ ഫലം വെറുതെ പോകും. മന്ത്രം മുഴുവനും പറഞ്ഞില്ലെങ്കിലും
സ്വാഹ എന്ന് ജപിച്ചാൽ മാത്രം പൂർണ്ണ ഫലം കിട്ടുമെന്ന് ദേവി അനുഗ്രഹിക്കുകയാണ്. അപ്പൊ യാഗങ്ങളൊന്നും ഇന്ന് പൂർണ്ണമല്ല. കാരണം വേദമില്ലാത്ത ബ്രാഹ്മണൻ, ആ ഒരു വിഷമില്ലാത്ത സർപ്പം, ഭർത്തൃ സേവ ചെയ്യാത്ത ഭാര്യ, വിദ്യയില്ലാത്ത പുരുഷൻ, ജലം, ആ ഒരു ഇല പഴം ഇല്ലാത്ത മരം, ഇവയെല്ലാം തന്നെ നമ്മൾ പറയും എന്താ, യാതൊരു പ്രയോജനവും ഇല്ല, യൂസ്ലെസ് ആണെന്ന് പറയൂ അല്ലേ. അതുപോലെ സ്വാഹ സ്വധ മന്ത്രമില്ലാതെ ജപിക്കുന്ന ഏത് കർമ്മവും പൂർണ്ണമല്ല. ഇപ്പൊ നിത്യജപം ഈ 3 മന്ത്രങ്ങളും ചെയ്യുന്നവരുടെ DNA മാറ്റം വരും. ഇപ്പൊ സ്വാഹ സ്വധ ദക്ഷിണ ഈ 3 മന്ത്രങ്ങളും എന്നും രാവിലെ, ഉച്ച, സന്ധ്യ ഇങ്ങനെ 3 പ്രാവശ്യം ജപിക്കണം. അപ്പോ ഈ ഓം ശ്രീം ക്ലീം ഹ്രീം ദക്ഷിണായൈ സ്വാഹ. അപ്പൊ സ്വാഹയുടെ മൂലമന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ ഓം ഹ്രീം ശ്രീം വന്യജായൈ ദേവിയെ സ്വാഹ. കാരണം അതിന്റെ ധ്യാനമൊക്കെ പറയാറുണ്ട്. നമ്മളിപ്പോ അതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഈ മന്ത്രം മാത്രം ജപിച്ചാൽ മതി. സ്വാഹ മന്ത്രം ഗ യുക്തം ച മന്ത്രസിദ്ധി സ്വരൂപിണിയും സിദ്ധം ച സിദ്ധിർ സിദ്ധി തന ഋണാം കർമാണാം ഫലദം ശുഭം. ഇതാണ് ധ്യാനം. രണ്ടാമത്തത് സ്വധ മൂലമന്ത്രം ഓം ഹ്രീം ശ്രീം ക്ലീം സ്വധാദേവിയെ സ്വാഹ. അപ്പൊ അതിന്റെ ധ്യാനം ബ്രഹ്മണോ മാനസകന്യാം. ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ ഒരു ധ്യാന ശ്ലോകം ജപിക്കാതെ തന്നെ നമുക്ക് സ്വാധാ മന്ത്രം, അതായത് പിതൃക്കൾക്ക് ചെയ്യുന്ന മന്ത്രങ്ങൾ ജപിക്കാം. അപ്പൊ അതുകൊണ്ട് അതിന്റെ ധ്യാനത്തിന്റെ ആ ഒരു എന്താ പറയാ, ശരിക്കും പറഞ്ഞാല് ആ ഒരു മന്ത്രങ്ങളെല്ലാം തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഗുരുമുഖത്ത് നിന്ന് ലഭിക്കണം അല്ലേ. ഇല്ലെങ്കിൽ നമ്മൾ ധ്യാനത്തോടു കൂടി ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും പിഴവ് വന്നാൽ നമുക്കത് ദോഷഫലം തരും. അതുകൊണ്ട് അത് നമ്മൾ മന്ത്രം മാത്രം ജപിച്ചാൽ മതി. ദക്ഷിണാദേവിയുടെ മൂലമന്ത്രം ഓം ശ്രീം ക്ലീം ഹ്രീം ദക്ഷിണായൈ സ്വാഹ. അപ്പോ ഈ 3 മന്ത്രങ്ങള് നമുക്ക് ജീവിതത്തിൽ ദേവി തന്നെയാണ് ഈ 3ആയിട്ട് ഇരിക്കുന്നത് അല്ലേ. ശുദ്ധിതം ശുദ്ധരൂപാശ്ച സുശീലാം ശുഭദാം ഭജേ. അപ്പൊ ഈ സ്വാഹ സ്വധാ ദക്ഷിണ. ഇപ്പൊ വാഗ്ദേവികള് പറയണു, നമ്മുടെ പരാശക്തിയായിരിക്കുന്ന ലളിതാ ത്രിപുരസുന്ദരി തന്നെയാണ് നമ്മളെ ഈ മന്ത്രരൂപങ്ങളിൽ വന്ന് നമ്മളെ രക്ഷിക്കുന്നത്. നമ്മളെ എന്താ പറയാ, എല്ലാ ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷിക്കുന്നത്, നമ്മളെ നറിഷ് ചെയ്യുന്നത്, പിന്നെ നമ്മളെ അനുഗ്രഹിക്കുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു നമുക്ക് മോക്ഷത്തിലേക്ക് പോകാൻ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ശരിക്കും അതിനാണ് നമ്മുടെ ഈസിയസ്റ്റ് വേ അല്ലേ. ഇപ്പൊ നമുക്ക് 5 തരത്തിലുള്ള ആ ഒരു മുക്തികളാണ് ദേവി തരുന്നത്. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം, കൈവല്യം. അപ്പൊ ഈ ഒരു നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വന്നാല് തീർച്ചയായിട്ടും ഈ ഇൻസ്ട്രക്ഷൻസ് തരുന്നതാരാ? വാഗ്ദേവികളാണ് അല്ലേ. അപ്പൊ ഈ 3 പ്രധാനപ്പെട്ട ദേവികള് നമുക്ക് അനുഗ്രഹം വർഷിച്ചു കൊണ്ടേയിരിക്കും അല്ലേ. അപ്പൊ ആ ഒരു കർമ്മഫലം, അതിന്റെ കർമ്മത്തിന്റെ ഫലം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്ത് ചെയ്യുന്നോ അതിന് ഫലം കിട്ടിയിരിക്കും അല്ലേ. അപ്പൊ കർമ്മകാണ്ഡത്തില് ആ ഒരു വേദത്തിലുള്ള കർമ്മകാണ്ഡം യാജ യജ്ഞ ഫലങ്ങള് ദേവന്മാർക്ക് പ്രധാനാണ്. ദേവന്മാര്, ദാനവന്മാര്, അസുരന്മാര്, യക്ഷകള് ഇല്ലേ, മനുഷ്യര്. അപ്പൊ ഇത് ദേവി തന്നെ എന്താ പറയാ, ഈ രൂപത്തിൽ വന്ന് യജ്ഞഫലങ്ങൾ തരണു. സ്വാഹ സ്വധാ ദക്ഷിണ മന്ത്രപ്രയോഗത്തില് 8 മന്ത്രങ്ങൾ വളരെ പ്രാധാന്യമാണ് നമ്മൾ കണ്ടു. അത് അവസാനിപ്പിക്കാനായിട്ട് അവയാണ് ഹും ഫട്ട് വൗഷട്ട് വഷട്ട് സ്വാഹ സ്വധ നമ. ഈ മന്ത്രങ്ങളെല്ലാം തന്നെ എന്താ, ദേവി രൂപം തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു വിഭൂതി വിസ്താര മാർഗഭേദ സാമരസ്യം എന്ന് പറയുന്നത്, ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ദേവി തരുന്ന അനുഗ്രഹങ്ങളാണ് അല്ലെ. ലളിതാ സഹസ്രനാമം നമ്മൾ ജപിക്കുന്നത് കൊണ്ട് എന്ത് അനുഗ്രഹം ഇല്ലേ. നമുക്ക് റിവാർഡ്സ്, നമ്മളെല്ലാം ഫലം പ്രതീക്ഷിച്ചാണ് ഓരോന്നും ചെയ്യുന്നത്. അപ്പൊ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന ഈ ഉയർന്ന നാമങ്ങൾ വായിച്ചാൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? ആ സത്യങ്ങൾ, രഹസ്യമായിരിക്കുന്ന പല സത്യങ്ങളും ഈ വിഭൂതി വിസ്താര മാർഗഭേദ സാമരസ്യത്തിലൂടെ വെളിവാക്കി കൊണ്ടുവരികയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ഒരു എന്താ പറയാ, മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യര് മാത്രമല്ല, ദേവകൾക്ക് പോലും ദേവിയെ കിട്ടണമെങ്കിൽ, കാരണം ഇവൻച്വലി ശരിക്കും പറഞ്ഞാൽ അവരും ഇതിന്റെ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടുന്നവരാണ് അല്ലേ. അപ്പൊ എല്ലാ ദേവതകളും ഈ പറഞ്ഞ ലളിതാ സഹസ്രനാമം ജപിക്കണം. കാരണം ശരിക്കും പറഞ്ഞാൽ ലളിതാ സഹസ്രനാമത്തിലെ പ്രധാന സ്വാഹ സ്വധ ദക്ഷിണാദേവി തൃപ്തി വഴിയായിട്ട് മുക്തി അടയുക. ഇതാണ് പല എന്താ പറയാ ഈ ഫലം. ഈ നാമങ്ങൾ ജപിച്ചാല് പരാശക്തി തന്റെ ഭക്തർക്ക് അനുഗ്രഹം, പാപികളെ ദണ്ഡിക്കണു,
ആ ഒരു മുക്തിക്ക് വേണ്ട ഉപാസനകളെല്ലാം തന്നെ പരസ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മുക്തിക്ക് മനുഷ്യരെ സംബന്ധിച്ച് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകും. മനുഷ്യരാശിക്ക് മാത്രമാണ് തൃപ്തി വരാൻ വളരെ താമസം, ഇല്ലേ? മനുഷ്യർക്ക് എന്ത് കൊടുത്താലും തൃപ്തി വരില്ല. അപ്പൊ 6 മണിക്ക് ശേഷം ഭക്ഷണം വേണ്ട. മനുഷ്യന് 6 അറിവുകളാണ്. ശരിക്കും ജന്തുക്കൾക്ക് ഒരു ലക്ഷ്യം എന്തെന്നാല് നീച യോനിയിൽ നിന്ന് മനുഷ്യ യോനിയിലേക്ക് പോണം, അല്ലെ? അപ്പൊ എന്നത് മാത്രമാണ് ശരിക്കും പറഞ്ഞ അവരുടെ ലക്ഷ്യം. അവർക്കതൊന്നും അറിയില്ല. പക്ഷെ മനുഷ്യനോ, പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ്. ഒന്ന് സാമരസ്യം, ഒന്ന് സാരസ്യം. ഭഗവാൻ ഭക്തനോട് ഇന്ററാക്ട് ചെയ്യുന്ന രീതി അത് വളരെ വളരെ മനോഹരമായിട്ടുള്ളതാണ്. 6 ഗുണം വേണം. ഈ 6 ഗുണങ്ങളും ലളിതാ സഹസ്രനാമത്തിലുണ്ട്. സ്വാഹ അഗ്നിയുടെ ധർമ്മഭക്തിയായിരിക്കുന്ന വാമശക്തി, ആ ഒരു ധർമ്മപത്നി, ധർമ്മവിവാഹം, അഗ്നിയെ സാക്ഷി നിർത്തി 30 മുക്കോടി ദേവകളെ സാക്ഷി നിർത്തി ആ ഒരു എന്താ പറയാ ഒരു പുരുഷനായിരിക്കുന്ന വിഷ്ണു സ്ത്രീ ആയിരിക്കുന്ന ലക്ഷ്മിയെ പാണിഗ്രഹണം നടത്തുന്നു, ഇല്ലെ? സപ്തപതി അരുന്ധതി ദർശനം എല്ലാം ചെയ്താലേ ധർമ്മഭക്തി ആകുന്നുള്ളൂ. അങ്ങനെ അഗ്നിയുടെ ധർമ്മഭക്തിയായിട്ട് സ്വാഹായെ വിവാഹം ചെയ്തു. അപ്പൊ ദേവന്മാർക്ക് ഹവിസ് കൊടുത്താലേ ആ ഒരു സ്വധാദേവിയും പിതൃക്കൾക്ക് ജലരൂപത്തിൽ ഹവിസ് കൊടുക്കണു. യജ്ഞഫലം, അതായത് ഫലദൻ ദക്ഷിണാദേവിയിലൂടെ ലഭിക്കുന്നു. അപ്പൊ ഈ ഒരു സ്വാഹ സ്വധ ദക്ഷിണാദേവി എന്ന് 3 പ്രാവശ്യം ചൊല്ലുന്നവന് വേദോക്തങ്ങളായിരിക്കുന്ന യാഗയജ്ഞാദികൾ ചെയ്ത ഫലം ലഭിക്കുന്നു. 96 തർപ്പണമുണ്ട്. അതില് എന്താ പറയാ, പ്രധാനപ്പെട്ടത് മഹാലയ പക്ഷ തർപ്പണം പ്രധാനമാണ്. മഹാലയ പക്ഷം എന്ന് പറഞ്ഞാല് മേടം തുലാം, ഈ എന്താ പറയാ, ഈ 2 പല്ലുകൾക്കകത്ത് സകല ജീവജാലങ്ങളുടെയും ജീവിതം നടക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ ദംഷ്ട്രോജ്വല അക്ഷമാലാതിധര രുതിര സംസ്ഥിത എന്ന് പറയുന്നുണ്ടല്ലേ ദേവിയെ. അപ്പൊ ആ മഹാപാപികൾക്ക് പോലും അവനവൻ ചെയ്ത പാപങ്ങൾ ഇല്ലാതാകുന്നു. നല്ലവരെ ലയിപ്പിക്കണു. ഉത്തമ ഭക്തർ, യോഗികള്, ജിതേന്ദ്രിയര് എന്നിവരെ എല്ലാം തന്നെ ദേവി തന്നില് ലയിപ്പിക്കണു. ദേവിയുടെ അവതാരം ഭൂമിയിൽ ഉണ്ടാകുന്ന ദുർഗയുടെ അവതാരം മഹാലയത്തിലാണ് ഭൂമിയിലേക്ക് എത്തുന്നത് അമ്മ, അല്ലേ? എല്ലാവർക്കും മോക്ഷം കൊടുക്കുകയാണ്. അപ്പോ ഒരുവിധമുള്ള എല്ലാ പുണ്യം ചെയ്തവരും അമ്മ തന്നിലേക്ക് ലയിപ്പിക്കും. അപ്പൊ അതിന് എല്ലാറ്റിനും സൂര്യൻ കാരണം. സൂര്യനാണ് ആത്മകാരകൻ. സൂര്യൻ നീചമാകുന്നത് തുലാമാസത്തിലാണ്. അത് തുടങ്ങുന്നതിന് മുമ്പേ മനുഷ്യർക്ക് ഒരു ലാസ്റ്റ് ചാൻസ് കൊടുക്കുകയാണ്. അതാണ് മഹാലയ പക്ഷം എന്ന് പറയുന്നത്. ഇന്ന് വരെ ആ ഒരു മോക്ഷം, മുക്തി കിട്ടാത്ത അഴുക്ക് പിടിച്ച ജീവനുകളെല്ലാം തന്നെ ആ ഒരു എന്താ പറയാ, മറ്റു ലോകത്ത് പോകാൻ പറ്റാതെ, അല്ലേ? അവരെ ഒരു ലോകത്തേക്കും കയറ്റുന്നില്ല, ജന്മവും കിട്ടുന്നില്ല. അപ്പൊ ഈ ആത്മാക്കൾക്ക് അഴുക്ക് മാറ്റി ഇനി ഒരു പുതിയ ജന്മം കിട്ടണം. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? വെളിയിലിരിക്കുന്ന ആരുടെയെങ്കിലും സഹായത്തോടെ ചെയ്യാൻ സാധിക്കും, ഇല്ലേ? അപ്പൊ ആത്മാവിന് പഞ്ചേന്ദ്രിയങ്ങളില്ല. അപ്പൊ ഫസ്റ്റ് ആ ഒരു പ്രിഫറൻസ് ബന്ധുമിത്രാദികളാണ്. ബന്ധുക്കൾ എന്ന് പറഞ്ഞാല് മഹാലയ പക്ഷത്തിൽ 14 ദിവസം ഒരു ജീവനെ മാക്സിമം ക്ലീൻ ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പൊ ഒരു ത്രിവർണികള് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ ഇവർ ചേർന്ന് തർപ്പണാദികൾ ചെയ്ത് ആ ജീവനെ ശുദ്ധമാക്കി വിടണം. ഇതിന് അച്ഛനമ്മമാരെ ബന്ധുക്കളൊന്നും വേണമെന്നില്ല. പിതൃവംശം, മാതൃവംശം, വിശ്വദേവതകള്, കാരുണ്യ പിതൃക്കള്, ചെടിമരങ്ങള്, പെറ്റ്സ്, എല്ലാ ജീവരാശികളും അത് മതി. അങ്ങനെ അവർക്ക് എന്താ പറയാ, ആത്മതൃപ്തി നമ്മൾ ചെയ്യുന്നത്. അവർക്ക് ആത്മതൃപ്തി ഉണ്ടാകും. അവസാനം മഹാവിഷ്ണു, അതായത് മഹാവിഷ്ണുവിന്റെ അനുവാദത്തോടെ മാത്രമേ പിതൃക്കൾക്ക് വെളിയിൽ വരാൻ സാധിക്കുകയുള്ളൂ. വിശ്വദേവതകളാണ് ഈ പിതൃക്കളെ കൊണ്ടുവരുന്നത്. ആ ഒരു കർക്കിടഭാവ, മകരസംക്രാന്തി, മഹാലയം, ഇങ്ങനെ 3 തർപ്പണം മതി അവർക്ക്. അപ്പൊ ആ ഒരു അഗത്തിക്കീരയാണ് ഏറ്റവും തൃപ്തി കൊടുക്കുന്ന വസ്തു, അല്ലേ? ആ ഒരു വിശ്വാത്മൻ പ്രിയതാം ദേവ, ഈ കീര ഒരു ഔഷധമാണ്. ഒരു പശുവിന് ഈ കീര കൊടുത്താല് പൂർണ്ണമായിട്ട് അനുഗ്രഹം കിട്ടുമെന്ന് പറയണു. കാരണം പശുവിന്റെ മേല് പിതൃക്കളും എല്ലാ ദേവതകളും ഇരിക്കണം. നമ്മൾ രാമേശ്വരത്ത് ചെല്ലുമ്പോൾ നമ്മൾ അവിടെ കാണാറുണ്ട്. നമുക്കവിടെ ഈ അഗത്തിക്കീര വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളോട് പറയും അത് വാങ്ങിച്ച് പശുവിനൊക്കെ കൊടുക്കാൻ പറയും. കാരണം പിതൃക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഇത്. ഇതെല്ലാം കാരണമായിരിക്കുന്ന ആ ഒരു സ്വധാദേവിയിലൂടെ, ആ ഒരു ദേവിയുടെ മൂലമന്ത്രം 3 പ്രാവശ്യം ജപിച്ചാല് 3 പുണ്യ ഫലങ്ങൾ കിട്ടുമെന്ന് പറയണു. 1 ശ്രാദ്ധ പുണ്യം, 2 പിണ്ടബലി പുണ്യം, 3 തർപ്പണ പുണ്യം. അപ്പോ
സ്വാഹ സ്വധ ദക്ഷിണ എന്ന് ജപിച്ചാല് ആ പുണ്യം, കാരണം ദേവി തന്നെയാണ് ഇതായിട്ടിരിക്കുന്നത് അല്ലെ, ഈ 3 പേരായിട്ട് ദേവി തന്നെ നേരിട്ട് അനുഗ്രഹം തരികയാണ്. കാരണം കലിയുഗത്തില് നാമത്തിനാണ് പ്രാധാന്യം. ഈ 3 പ്രാവശ്യം സ്വധ പറയുമ്പോൾ മുഴുവൻ അനുഗ്രഹവും ആ ഒരു ഭക്തിയോടെ ചെയ്താൽ മതി. അപ്പൊ ആ ഒരു വേദാന്തികളെ സംബന്ധിച്ച് പിതൃകർമ്മങ്ങളില്ല. ഈ ജീവൻ ശരീരം വിട്ടാൽ തന്നെ ശുദ്ധമാകുന്നു പറയണു. ആ ഒരു സന്യാസികൾക്ക് ആത്മപിണ്ഡം വെച്ച് ആ ഒരു എന്താ പറയാ ദണ്ഡമായിട്ട് ജീവിക്കണു. നമ്മള് മഹാലയ പുണ്യകാല സമയത്ത് ഇങ്ങനെ ചെയ്താൽ മാത്രം മതി. അപ്പോ ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവ വിഘ്നോപശാന്തയെ. മഹാലയ പക്ഷ പുണ്യ കാലസമയെ അസ്മത് കുല സമസ്ത പിതൃൻ, അതായത് ആ ഒരു ബഹുവാര, അത് പിതൃൻ എന്ന് പറഞ്ഞ എല്ലാ പിതൃക്കൾക്കും. അപ്പോ അക്ഷയിക തൃപ്തിയർത്ഥം തില ഉദകം ആ ഒരു സ്വാധ നമസ്തർപ്പയാമി ഇങ്ങനെ പറഞ്ഞിട്ട് അക്ഷതം അല്ലേ, അതായത് അക്ഷയമായിരിക്കുന്ന തൃപ്തി അവർക്ക് കൊടുക്കുകയാണ്. ആ ഒരു ഈ ജപിച്ച് ഈ സമർപ്പിച്ച് തട്ടത്തില് ഒഴിച്ച് അത് തുളസിത്തറയിൽ ഒഴിക്കണം. അപ്പൊ ഒരു ബ്രാസ് അല്ലെങ്കിൽ ഒരു കോപ്പർ സിൽവർ കപ്പിൽ ജലമെടുത്ത് നമുക്കൊരു 3 ലിറ്റർ വെള്ളം വയ്ക്കാം. ആ ജലത്തിൽ എള്ള്, ആ ഒരു എള്ളെന്ന് പറഞ്ഞാൽ ദേവനിർമ്മിതം എന്നാണ് സങ്കല്പം, ഇട്ടിട്ട് ആ ചെമ്പ് കൈ പിടിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ പിതൃക്കൾക്ക് ആരുടെ DNA നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നോ അത്, അതുകൊണ്ട് അവരെ സ്മരിച്ചുകൊണ്ട് അത് എന്ത് ചെയ്യണം, ദാനം ചെയ്യണം. ഇപ്പൊ ശ്രാദ്ധ ദിവസം മരിച്ചവരുടെ ഗുണങ്ങള് വാഴ്ത്തണം. ഇത് നമ്മുടെ തന്നെ എന്താ പറയാ DNA-ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ജീവൻ ചിലപ്പോ ജന്മം എടുത്തു കാണും, നമ്മുടെ DNA ആണ് അവിടെ മാറുന്നത്. അപ്പൊ കടമുള്ളവരാണ് തിരിച്ചടക്കേണ്ടതില്ലേ. അപ്പോ ഇവർക്ക് ആ ഒരു അക്ഷയ തൃപ്തി, അതായത് അൾട്ടിമേറ്റ് തൃപ്തി പിതൃക്കൾക്ക് ഉണ്ടാകുമെന്ന് പറയണു. ശരിക്കും പറഞ്ഞാല് നമുക്ക് പിതൃസ്വത്തായിട്ട് കിട്ടിയത് അല്ലെ, നമുക്ക് അച്ഛൻ വഴി അമ്മ വഴിയൊക്കെ നമ്മൾ പിതൃസ്വത്ത് എന്ന് പറയുന്നത് എന്താ, ശരിക്കും അത് നമ്മള് റീപേ ചെയ്യണം അല്ലേ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു തർപ്പണത്തിലൂടെ നമുക്ക് അവര് തന്നതിനെല്ലാം നമ്മൾ നന്ദി പറയാണ്. അപ്പൊ സ്മൃതി ദേശകാലത്തിനനുസരിച്ച് മാറ്റണം. ശ്രുതി കേൾവിജ്ഞാനമാണ്, സ്മൃതി എന്ന് പറഞ്ഞാല് സ്മരണ കിട്ടിയത് എന്ന് പറയാം. അപ്പൊ ഏറ്റവും ഉത്തമം, കാരണം ആ ഒരു എന്താ പറയാ സ്മൃതിയിലാണ് എല്ലാ പുരാണങ്ങളും അടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതില് മനുഷ്യൻ പ്രധാനം മനുസ്മൃതിയാണ്. ശ്രുതിയും സ്മൃതിയും മനുഷ്യനെ ധർമ്മപാതയിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നതാണ്. ബുദ്ധി വളരാൻ നമ്മൾ ഓം ജപിക്കണം. ഭ്രൂമധ്യത്തില് ആ ഒരു കൈവെള്ള വെച്ച് ആ ഒരു സെർബ്രത്തിൽ തൊട്ട് ബുദ്ധിക്ക് വ്യത്യാസം വരുത്തണം. കാരണം 4 വേദങ്ങളിലും ധാരാളം മന്ത്രങ്ങളുണ്ട്. ഇതിൽ ഏതെങ്കിലും ജപിച്ച മനുഷ്യന് ധാരാളം ഗുണങ്ങളുണ്ട്. മനുഷ്യ ശരീരം സ്ഥൂലം സൂക്ഷ്മം പരം. ഇതിനെ ദ്രവ്യ ശരീരം, മനശരീരം, മന്ത്രശരീരം എന്ന് നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഓരോ ശരീരവും ആ പൂർണ്ണമായിട്ട്, അതായത് ദ്രവ്യ ശരീരം എന്ന് പറഞ്ഞാൽ ദ്രവിക്കുന്നത്, ഔട്ട്സൈഡ് അല്ലെ, ആ ഒരു ഔട്ട്സൈഡ് കോണ്ടാക്റ്റിലൂടെ അനുഭവങ്ങളെ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ സ്ഥൂല ശരീരം എന്ന് പറയുന്നത്. അപ്പൊ തീയില് തൊട്ടാ പൊള്ളും. അപ്പൊ ദ്രവ്യം എന്ന് പറഞ്ഞാൽ പെരിഷബിൾ അല്ലെ, നമ്മൾ കെയർഫുൾ ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യണം എന്നർത്ഥം. മനശരീരം എന്ന് പറഞ്ഞാല് ഏറ്റവും വലിയ ദുഃഖം എന്താണ്, മനോദുഃഖമാണ് അല്ലെ. അത് തളർന്നാൽ പിന്നെ എല്ലാം പോകും. മനസ്സെന്ന് പറയുന്ന മനശരീരം. അടുത്തത് മന്ത്രശരീരം. മന്ത്രശരീരത്തിലാണ് നമ്മുടെ എല്ലാ ദൈവിക ശക്തികളും. ആ ഒരു ബ്രഹ്മം പരമാത്മ എല്ലാം മന്ത്രശരീരമാണ്. ഇതാണ് ശരിക്കും അൾട്ടിമേറ്റ് അറിവെന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് നോളജ് ആൻഡ് റിവാർഡ്. അനുഗ്രഹം ഇതാണ്. ഇതാണ് നമ്മുടെ യഥാർത്ഥ സ്വത്ത്. അപ്പൊ ആ ഒരു ഫ്രീ ആയി തന്നിരിക്കുന്നത് അല്ലേ. അന്നാത് മനഃ, അപ്പൊ ദ്രവ്യ ശരീരത്തിന് കിട്ടുന്ന ഭക്ഷണത്തിൽ നിന്നാണ് മനസ്സ് ഉണ്ടാകുന്നത്. അപ്പൊ നല്ല ആഹാരം, നല്ല മനസ്സ്, നല്ല കേൾവി എല്ലാം മനസ്സിനെ തൃപ്തിപ്പെടുത്താനാണ് അല്ലേ. അപ്പൊ നമ്മള് ഈ മനസ്സെന്ന് പറയുന്നത് എന്താ, നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷമാകും, നല്ല വാർത്തകൾ കേൾക്കുമ്പോൾ സന്തോഷമാകും, നല്ല കാഴ്ചകൾ കാണും. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതിൽ കൂടെയും നമ്മളെ അനുഭവിക്കുന്നത് എവിടെയാ, അവനവന്റെ മനസ്സ് തന്നെയാണ് അല്ലെ. അതുകൊണ്ടാണ് ഭദ്രം കർണേഭി ശൃണുയാമ ദേവ എന്നൊക്കെ വേദമന്ത്രങ്ങൾ പറയണം. നല്ലത് കേൾക്കുക, നല്ലത് കാണുക, നല്ലത് പറയുക, നല്ല സത്സംഗങ്ങളിൽ ഏർപ്പെടുക, ഈശ്വരന്റെ വിഭൂതികൾ കേൾക്കുക. അപ്പൊ നമുക്ക് മനസ്സിനറിയാതെ ഒരു സന്തോഷം, മനസ്സിനെ തൃപ്തിപ്പെടുത്തണം. എല്ലാം എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, നല്ല പാട്ട് കേൾക്കുന്നു, നല്ല സിനിമ കാണുന്നു അല്ലെ, നല്ല ദൃശ്യങ്ങള്, നമ്മൾ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നു, നല്ല ആളുകളുമായിട്ടിരിക്കുന്നു. എന്താ, നമുക്ക് മനസ്സിന് സന്തോഷം വരണം അല്ലെ. അപ്പൊ ഈ മനശരീരം നന്നാക്കിയെടുത്താൽ മാത്രമേ ദ്രവ്യ ശരീരത്തെ നന്നാക്കിയെടുക്കാൻ സാധിക്കൂ. അപ്പൊ അസുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇരിക്കണം ഇല്ലേ. അപ്പൊ മനോവ്യാധിയെ തീർത്താലേ സ്വശരീരം സ്വസ്ഥമാകുന്നുള്ളൂ. ഇപ്പൊ കാരണദേഹവും ദേഹിയും അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്.
അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തില് ആ ഒരു ശ്രീചക്രമായിട്ട് കാണുന്നതും അതിനെ 3ആയിട്ട് വിഭജിച്ചിരിക്കുന്നതും. ശരീരം എന്ന് പറഞ്ഞാൽ അഗ്നികുണ്ഡം, സൂര്യകുണ്ഡം, ചന്ദ്രകുണ്ഡം, ഇങ്ങനെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. കുണ്ഡം എന്ന് പറഞ്ഞാൽ ഖണ്ഡം, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പൊ അഗ്നികണ്ഡത്തില് അഗ്നിപർവ്വതങ്ങള്, വോൾക്കാനോ എല്ലാം ഉണ്ട്. എപ്പോഴും ചൂട് വമിച്ചുകൊണ്ടിരിക്കും ഇല്ലേ, ഒരു ബർണർ പോലെ. സ്റ്റവിൽ ഏറ്റവും താഴെ ലിക്വിഡ് കത്തുകയാണ്, നമ്മള് എന്താ പറയാ മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് കത്തിക്കുന്നത് അല്ലേ, അതിന് മുകളിലാണ് ചൂട് വരുന്നത്. അപ്പൊ സൂര്യൻ, അതിന് മുകളിൽ ചന്ദ്രൻ, നനവുള്ളത്. ഫൈനലി ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, ആ ഒരു തണുത്ത സ്ഥലം, ആ ഒരു എന്താ ശരി, ആ ഒരു ഇവാപറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട്, ഇവാപറേഷൻ എന്ന് പറഞ്ഞാൽ ആവിയായി കഴിഞ്ഞിട്ട് തണുക്കണു. അപ്പൊ നമ്മുടെ പ്രശ്നം എല്ലാം തന്നെ മൂലാധാര സ്വാധിഷ്ഠാനത്തിലാണ് കിടക്കുന്നത്. ഈ 3 മണ്ഡലങ്ങളിലാണ് നമ്മുടെ വാസനകള്, പ്രശ്നങ്ങളെല്ലാം ഉള്ളത്. ഈ 3 കുണ്ടങ്ങളെ, അതായത് വാഗ്ഭവം, മധ്യം, ശക്തികൂടം. അപ്പൊ ഇത് അവിടെ എന്താ പറയാ അലിയിച്ച് കളയാൻ മനസ്സിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ മനസ്സിനെ സന്തോഷമാക്കി വെക്കണം, അതിനെ പുകഴ്ത്തണം. എന്നാലേ ആ ഒരു മനഃശരീരത്തിന് നമുക്ക് നമ്മുടെ ആ ഒരു കൺട്രോളിൽ വെക്കാൻ സാധിക്കുകയുള്ളൂ. ഈ മനഃശരീരം ഉണർന്നവന് മന്ത്രശരീരം ഉണരാൻ തുടങ്ങും അല്ലെ. മന്ത്രശരീരം ഉണർത്തണമെങ്കിൽ എന്താ വേണ്ടത്, നമുക്ക് മനസ്സിനെ മന്ത്രമയമാക്കണം അല്ലെ. മനനാൽ ത്രായതേ ഇതി മന്ത്രം. അപ്പൊ ആ ഒരു ഇതൊരു സട്ടിൽ രഹസ്യമാണ് മന്ത്രശരീരം എന്ന് പറയുന്നത്. അപ്പൊ അതായത് ഈതറിക്കൽ, വെരി പവർഫുൾ എന്നൊക്കെ നമുക്ക് പറയാം ഇതിന്. ഇപ്പൊ ഒരിക്കല് ഒരു മനുഷ്യന് മന്ത്രശരീരവുമായിട്ട് റിലേഷൻ വെച്ചാല് അവൻ ദൈവത്തിന് തുല്യമായിട്ട് തീരുന്നതാണ്. അപ്പൊ മന്ത്ര ശരീരം ഉണർന്നാല് മഹാത്മാവ് അല്ലെ. കാരണം ദ്രവ്യ ശരീരത്തെ മനഃശരീരമാക്കി അതിനെ മന്ത്രശരീരമാക്കിയ വ്യക്തിക്ക് തന്റെ അസ്തിത്വമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ മന്ത്രശരീരം ഉണരാനാണ് പല ദേവതാ സങ്കല്പങ്ങളിലൂടെ പല പല മന്ത്രങ്ങൾ നമ്മൾ ജപിക്കുന്നത്. നമ്മുടെ DNA ഈ ശക്തികളുമായിട്ട് സമ്പർക്കം ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഋഷി, ഛന്ദസ്, ദേവത എല്ലാം ആ ഒരു എന്ന പേടകത്തിനുള്ളിലാണ് ഈ മന്ത്രത്തെ വച്ചിരിക്കുന്നത്. അപ്പൊ ദേവതയുടെ DNA ആണ് മന്ത്രത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിനെയാണ് ഛന്ദസ് എന്ന് പറയുന്നത്. ആ മന്ത്രത്തെ ജപിക്കുമ്പോൾ അതിലുള്ള ദേവത, ആ ഒരു ദേവതാ ശക്തി ഉണരാൻ തുടങ്ങും. ആ ദേവത നമുക്ക് ശക്തി തരാൻ തുടങ്ങും. നാമം, മന്ത്രം, ശക്തി എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ ഞാൻ, എന്റെ ശരീരം, എന്റെ പേര് 3ഉം ഒന്നായിരിക്കുന്ന പോലെ വിളക്കില് അഗ്നിദേവൻ, ജലത്തിൽ വരുണദേവൻ എല്ലാം ഉണ്ടില്ലേ. അപ്പൊ ഇവരെ ആവാഹിക്കേണ്ട ആവശ്യമില്ല, കാരണം അവരതിൽ ഉള്ളതാണ്. അപ്പൊ അവർ അതിൽ തന്നെ ഉള്ളതിനെ നമുക്ക് വെളിയിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ലോകത്തിൽ എല്ലാത്തിനും 3 ശരീരങ്ങളുണ്ട്. മനുഷ്യന് മാത്രമാണ് അത് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യന് തന്റെ മന്ത്രശരീരത്തെ ഉണർത്താൻ സാധിക്കുന്നത്. ഈ പ്രപഞ്ചത്തില് 7 കോടി മഹാമന്ത്രങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്. എന്നാല് ആ ഒരു ചെറിയ തുണ്ട് പോലും, അതായത് രാമ, കൃഷ്ണ, ഭഗവതി, അതില് മന്ത്രശുദ്ധി വരുത്തണം. കാരണം മന്ത്രം എഴുതിയാല്, കേട്ടാല്, കൊടുത്താല്, ജപിച്ചാല് എല്ലാം നമുക്ക് അതിൽ നെഗറ്റീവ് ഇല്ല. എന്താ, പുണ്യം മാത്രം കിട്ടും. കാരണം പുണ്യം, സൗഖ്യം അത് കൂടും, ദുഃഖം കുറയും, പാപം കുറയും. ദുഃഖം, ദാരിദ്ര്യം, നമ്മുടെ എന്താ പറയാ ഫെയിലിയേഴ്സ്, തോൽവികള്, അപകീർത്തി ഇല്ലേ, സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, ഇതെല്ലാം നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരും. ഇപ്പൊ രോഗങ്ങള്, ശരീര മനോരോഗങ്ങൾ എല്ലാം തന്നെ കുറഞ്ഞു വരും. അത്രയും വലിയ ശക്തി മന്ത്രത്തിനുണ്ട്. ഹൈ ഡോസ് ആണിത്. ഇപ്പൊ ഒരു ചെറിയ ഒരു സ്ലീപ്പിംഗ് ടാബ്ലറ്റ് ഈ ഒരു വലിയ ശരീരത്തെ ഉറക്കുന്ന പോലെ ഈ ചെറിയ മന്ത്രം മനസ്സിന് കൊടുക്കുന്നത് ആ ഒരു വിശ്വരൂപ ദർശനത്തെയാ തരുന്നത്. അപ്പോ ഈ ചെറിയ മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ, ഓംകാരമൊക്കെ ചെറിയ മന്ത്രമല്ല. എന്താ പറയാ അനേക കോടി ശക്തിയാണ് ആ ചെറിയ പ്രണവ മന്ത്രത്തിലെ ഹ്രീംകാരത്തിലൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ മഹാശക്തിയാണ്. ഇത് ഓരോരുത്തരും അറിയണം. മന്ത്രദേവതകളെ പെട്ടെന്ന് സ്വായത്തമാക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇത് കണ്ടുപിടിച്ച ഋഷി അനേക വർഷത്തെ തപസ് കൊണ്ടാണ് ഈ ദേവതയെ സ്വരങ്ങളിലൂടെ അറിഞ്ഞ് ആ ദേവതയിൽ നിന്ന് ഉറപ്പും വാങ്ങിയിട്ടുണ്ട്. ഇത് ആര് ജപിച്ചാലും അവർക്ക് പ്രയോജനം ഉണ്ടാകും ഇല്ലേ, പ്രയോജനം ചെയ്യുമെന്ന് അവര് തിരിച്ചും സത്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ഋഷി സത്യധർമ്മനിഷ്ഠനായതുകൊണ്ട്, അതുകൊണ്ട് തന്നെ ആര് മന്ത്രം ജപിക്കുന്നു, ഈ മന്ത്രം ആര് ജപിക്കുന്നു, അവൻ നല്ല വഴിയിലൂടെ ജീവിക്കുന്നവനാണെങ്കിൽ മാത്രം പുണ്യം കുമിഞ്ഞുകൂടും അല്ലേ. കാരണം അധർമ്മങ്ങൾ ചെയ്ത്, അന്യരെ ദ്രോഹിച്ച്, അന്യരുടെ പണം തട്ടി, ബാക്കിയുള്ളവരുടെ കണ്ണിലെ കണ്ണുനീരുണ്ടാക്കിയതിന് ശേഷം മന്ത്രം ജപിച്ചാലോ അവന് യാതൊരു ഫലവും കിട്ടിയില്ല. കാരണം അധർമ്മിയാണെങ്കിൽ ആ വ്യക്തിയെ വിട്ട് മന്ത്രദേവത അപ്പൊ തന്നെ പോവും. നമ്മൾ വെറുതെ ഈ ചാരത്തിൽ ഹോമിക്കുന്ന പോലെയാണ്. കാരണം അവര്
ദേവത അവിടെ ഇരിക്കില്ല. ഇപ്പൊ പുണ്യജന്മം എന്ന് പറയുന്നത് തന്നെ തന്റെ ശരീരത്തിന്റെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയുമ്പോഴാണ്. അപ്പൊ പുണ്യമുണ്ടെങ്കിലും പാപമുണ്ടെങ്കിലും ജന്മമുണ്ട്. ഇത് രണ്ടുമില്ലാത്ത ഒരു അവസ്ഥ വരുമ്പോഴേ ജന്മം ഇല്ലാതാകുന്നുള്ളൂ, അല്ലെ? ഇപ്പൊ ദുഃഖങ്ങളാണ് ജീവിതത്തെ വെറുക്കുന്നത്. സന്തോഷ ജീവിതം വേണമെങ്കിൽ പുണ്യം സമ്പാദിക്കണം. ദേവി പുണ്യശ്രവണ കീർത്തനായേ നമ. അമ്മ ആരാ? പുണ്യശ്രവണം. ഏത് മന്ത്രവും നമ്മളെ സട്ടിലായിട്ട് എനർജിയുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഇപ്പൊ ശ്രവണ കീർത്തനം കൊണ്ട് മാത്രമേ പുണ്യം ലഭിക്കുന്നുള്ളൂ. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പുണ്യം എന്താണ്? ദേവിയുടെ ശ്രീവിദ്യാ മന്ത്രം തന്നെ. കാരണം ദേവി ഉപാസന, ലളിതാ സഹസ്ര നാമ ജപം, ഈ മൂന്നിനും അപ്പുറത്തായിട്ട് പുണ്യം കിട്ടാനായിട്ട് പൂർണ്ണ പുണ്യം തരുന്ന 3 കാര്യങ്ങളാണ് ഇത് മൂന്നും. ശ്രീവിദ്യാ മന്ത്രം, അമ്മയുടെ ഉപാസന, സദാ അമ്മയെ കാണുക, അല്ലെ? എത്ര മനോമതീയം തത്ര തത്ര തവസ്വരൂപം. എവിടെ നോക്കിയാലും അമ്മയെ കാണാൻ പറ്റുക. പഞ്ചബ്രഹ്മ മഞ്ചത്തില് ഒരു കാല് മടിച്ചു വെച്ച് മറ്റേ കാല് താഴെ വെച്ച്, അല്ലെ? അനുഗ്രഹദായിനിയായിട്ടിരിക്കുന്ന പാശ അങ്കുശങ്ങളോടുകൂടി, പുഷ്പബാണങ്ങളോടുകൂടി, അല്ലെ? കരിമ്പ് വില്ലോടുകൂടി ആ ഒരു സദാശിവന്റെ പുറത്തിരിക്കുന്ന അമ്മയുടെ മനോഹര രൂപം എപ്പോഴും കണ്ണടയ്ക്കുമ്പോൾ നമ്മുടെ മനോമുകുരത്തിൽ തെളിയണം. അതിന് പരം ഒരു ഭാഗ്യം എന്താ? പ്രപഞ്ചം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളുടെ പുറത്താണ് അമ്മ ഇരിക്കുന്നത്, അല്ലെ? ആ ബ്രഹ്മാവിഷ്ണു രുദ്രന്മാര് സേവിക്കുന്ന പാദങ്ങള്, ഇത് നമ്മുടെ ഹൃദയപത്മത്തില് കണ്ണടയ്ക്കുമ്പോ തന്നെ കാണാൻ പറ്റുന്ന ഒരു ഭക്തന് വേറെ ജപങ്ങളുടെയോ തപങ്ങളുടെയോ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നു. കാരണം ദേവിയുടെ ആ ഒരു സ്ഥൂല രൂപവും മന്ത്രമയമായിരിക്കുന്ന ആ ഒരു സൂക്ഷ്മ രൂപവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. ആ മനഃശുദ്ധി കൊണ്ട് ഒരു വ്യക്തിക്ക് മാത്രമേ നമുക്ക് ദേവിയുടെ ആ സ്ഥൂല രൂപം അകത്ത് കാണാൻ പറ്റൂ. ദേവിയെ സ്ഥൂലത്തിൽ കണ്ടാലും സൂക്ഷ്മത്തിൽ കണ്ടാലും പരയായിട്ട് കണ്ടാലും എങ്ങനെ കണ്ടാലും അത് പുണ്യമാണ്. പുണ്യം മാത്രം 100%. അതില് ഒന്നും കുറയ്ക്കാനായിട്ടില്ല, അല്ലെ? ഈ മന്ത്രങ്ങളെല്ലാം തന്നെ നമ്മളെ സട്ടിലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പുണ്യമാണ് അമ്മയെ കാണുക എന്ന് പറയുന്നത്. ഇത് പ്രപഞ്ചാകാരമായിരിക്കുന്ന ഭഗവതിയിലും അമ്മ കാണണം. കാരണം അത് അമ്മയുടെ പുണ്യ സ്വരൂപമാണ്. നമോ ദേവിയെ മഹാദേവിയെ ശിവായേ സതതം നമ, നമ പ്രകൃതിയെ ഭദ്രായേ. അപ്പൊ അങ്ങനെ വേണം അമ്മയെ കാണാൻ. നമ്മൾ സ്തുതിക്കണം അമ്മയെ, അമ്മയുടെ പ്രകൃതി, ഇല്ലേ? അമ്മയുടെ ആ ഒരു വിഭൂതികള്. അപ്പൊ ആ ഭദ്രായെ എല്ലാം തരുന്ന ആ ദിവസവും നമ്മൾ പ്രകൃതി, രാവിലെ എണീറ്റ് സൂര്യൻ ഉദിക്കുമ്പോ, രാത്രി ചന്ദ്രനെ കാണുമ്പോ, നല്ല കുളിർ കാറ്റ് വീശുമ്പോ, ചോലകളെ കാണുമ്പോ, സമുദ്രം കാണുമ്പോ, ആകാശം കാണുമ്പോ എല്ലാം നമുക്ക് അമ്മയെ സ്മരിക്കാം, ഇല്ലേ? അമ്മയാണ് ഇതെല്ലാം. അതുകൊണ്ടാണ് നമപ്രകൃതിയെ ഭദ്രായെ നിയത പ്രണതാസ്മത. അമ്മ ഞാൻ നമസ്കരിക്കണം അമ്മ, അമ്മയെ കണ്ട്. എനിക്ക് വേറെ ഒന്നുമില്ല. ഈ കാണുന്നിടത്തെല്ലാം യാതൊന്ന് കാൺപതത് നാരായണ പ്രതിമ എന്ന് ഭട്ടതിരി പറഞ്ഞ പോലെ എവിടെ കണ്ടാലും അമ്മയുടെ ത്രിസ്വരൂപം മാത്രം, ഇല്ലേ? അപ്പൊ ആ ഒരു ദേവി ഉപാസന എന്ന് പറഞ്ഞത് പ്രപഞ്ചാകാരമായിരിക്കുന്ന ഭഗവതിയും അമ്മയുടെ പുണ്യ രൂപവും അനേക കോടി പുണ്യ ജന്മങ്ങളില് സഞ്ചരിച്ച ഒരാൾക്ക് മാത്രമേ ഈ മഹാഭാഗ്യം കൈവന്ന് ചേരുള്ളൂ. ദേവിയുടെ ആ ഒരു ഡയറക്റ്റ് ബ്ലെസ്സിങ് ഇല്ലാതെ ഇതൊന്നും ഒരിക്കലും സാധ്യമല്ല. കാരണം ദേവിയുടെ നാമം പോലും കേൾക്കാൻ സാധ്യമല്ല എന്ന് പറയാറുണ്ട്. കാരണം ആ ഒരു ദുരാചാരികളിൽ അമ്മ ഇരിക്കില്ല. അവര് പിന്നെ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ എന്താ പറയാ ഗുരുപരമ്പരയെ വഞ്ചിക്കുന്നവര്, പ്രപഞ്ചത്തെ വഞ്ചിക്കുന്നവര്, നന്ദിയില്ലാത്തവര്, അല്ലെ? ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാം തന്ന അമ്മയോട്, അമ്മയെ അറിയാനുള്ള ഒരു ത്വര, ഇതൊന്നും ഇല്ലാത്തവരുടെ കൂടെ അമ്മ നിൽക്കില്ല. കാരണം അമ്മയ്ക്ക് ദേഷ്യം ഉണ്ടായിട്ടല്ല, നല്ല മക്കളുടെ കൂടെ അമ്മയ്ക്ക് താമസിക്കാൻ ഇഷ്ടം, അല്ലെ? മോശം മക്കളെയൊക്കെ അമ്മ നന്നാക്കി അനേക ജന്മങ്ങളിലൂടെ അവർക്കുള്ള ശിക്ഷകളൊക്കെ കൊടുത്ത്, അല്ലെ? അവരെ നന്നാക്കി അമ്മ എടുക്കുക, ഉറപ്പാണ്. അപ്പൊ ദേവിയുടെ നാമം പോലും കേൾക്കാൻ സാധ്യമല്ലെന്നാ പറയുന്നത് ദുരാചാരികൾക്ക്. അഗസ്ത്യൻ എന്ന മഹാജ്ഞാനിയെ പോലും ഹയഗ്രീവൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഈ മന്ത്ര ഉപദേശം കൊടുക്കുന്നത്. അപ്പൊ മനുഷ്യരായ നമ്മള് എത്ര പുണ്യം ചെയ്താലാണ് ഇത് പഠിക്കാനും വായിക്കാനും സാധിക്കുന്നതെന്ന് എല്ലാം ഭഗവതിയുടെ അനുഗ്രഹം മാത്രമാണ്. ആ പാദങ്ങളിൽ വീണ് വീണ് നമസ്കരിച്ചോളണം. കാരണം അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധയും ഭക്തിയോടെയും വേണം നമ്മൾ ദേവിയെ അറിയണം, അമ്മയുടെ നാമങ്ങൾ ജപിക്കണം. ആ ഒരു ഈ ജഗത്തിലെ ബാക്കി എല്ലാം അവിദ്യാസ്വരൂപമാണ്. കാരണം പുലോമജ എന്നുവെച്ചാൽ ഇന്ദ്രന്റെ ധർമ്മപത്നി ദേവി മാത്രമാണ്, അല്ലെ? ആ ഒരു വിദ്യാസ്വരൂപം. ഇന്ദ്രൻ ഒരിക്കല് ആ ഒരു തന്റെ എന്താ പറയാ സ്ഥാനം നഷ്ടപ്പെട്ടു. അപ്പൊ നഹുഷ മഹാരാജാവിന് താൽക്കാലിക ഇന്ദ്രനായി ആ സ്ഥാനം തിരിച്ചു കിട്ടാൻ പുലോമജ എന്ന് പറഞ്ഞ ദേവിയെ ഉപാസിച്ചു. ആ ഒരു ബൃഹസ്പതിയിൽ നിന്ന് മന്ത്രോപദേശം വാങ്ങി ദേവിയെ പൂജിച്ച് തൃപ്തി വന്നു. ഈ സ്ഥാനം തിരികെ വാങ്ങി. ഇന്ദ്രസ്ഥാനം എന്നാൽ എന്താ? 100 അശ്വമേധ യാഗം നടത്തിയാൽ കിട്ടുന്ന പദവിയാണ്.
അതാണ് അൾട്ടിമേറ്റ് പദവി എന്ന് പറയുന്നത്. അപ്പൊ ഒരു കന്യകാദാനം എന്ന് പറഞ്ഞാല് 10 അശ്വമേധ യാഗം നടത്തിയ പുണ്യം കിട്ടും. ഇപ്പൊ ഇന്ദ്രാണി എന്ന സജീദേവി ആ ഒരു ശരിക്കും പറഞ്ഞ ദേവി ശക്തി തന്നെയാണ്. ഇപ്പൊ നമ്മുടെ പ്രസ്ഥം, ഹൃദയപത്മം ഇല്ലേ, ആ ഭ്രൂമത്യം, ഇത് രണ്ടും നമ്മുടെ ഇന്ദ്രപ്രസ്ഥാണ്. അപ്പൊ മനസ്സാണ് ഇന്ദ്രൻ. അപ്പൊ ആര് നമുക്ക് തരുന്ന മന്ത്രോപദേശം നമുക്ക് ഇന്ദ്രസ്ഥാനത്ത് ഇരുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ആ ഒരു നശിക്കാത്ത പുണ്യമുള്ളവർക്ക് മാത്രമേ ഈ പദവി കിട്ടുള്ളൂ. കിട്ടിയാലോ സുഖം, സമൃദ്ധി, സന്തോഷം, ഐശ്വര്യം എല്ലാം സദാ നിലനിൽക്കും അല്ലെ. മന്ത്രം എപ്പോഴും ജപിക്കുന്ന ആളിനെ രക്ഷിക്കും. എല്ലാ മന്ത്രങ്ങളും രക്തത്തിൽ കലർന്ന് DNA മാറ്റും അല്ലെ, അത് മാറി വരും. ഇപ്പൊ മന്ത്രം ഗുണം മാത്രമേ ചെയ്യുള്ളൂ, ദോഷം ചെയ്യില്ല. പക്ഷെ അത് നമ്മളെന്താ നല്ല സദാചാരത്തിൽ ജീവിച്ച് ആ ഒരു സത്യസന്ധതയോടുകൂടി തന്നെ ആത്മവഞ്ചന ചെയ്യാതെ ആ കിട്ടിയ ഗുരുപരമ്പരയെ സദാ സ്മരിച്ചുകൊണ്ട് അവരെന്ത് പറയുന്നു അതിനെ പൂർണ്ണമായിട്ട് അനുസരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ മന്ത്രം ജപിക്കാൻ പാടുള്ളൂ അല്ലെ. അപ്പൊ ആ ഒരു ശരിക്കും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ആ ഒരു മോചനം കിട്ടും. സംസാര ദുഃഖമോചനം എല്ലാം നമുക്ക് കിട്ടുന്നത് മന്ത്രജപം കൊണ്ട് മാത്രമാണ്. ഇപ്പൊ വിമർശം, സ്പന്ദം, വിമർശനം അല്ലെ, ക്രിട്ടിസൈസ്, ബ്രഹ്മത്തിന്റെ സ്വഭാവം ഒന്ന് പ്രധാനമാണ്. സ്പന്ദനം, അതായത് പ്രാണൻ, ജീവൻ എല്ലാം ബ്രഹ്മത്തിന്റെ സ്വഭാവം തന്നെയാണ്. വിമർശരൂപിണി വിദ്യ അല്ലെ, രഹസ്യ വിദ്യ, അധസ്ത്വം ആരാധ്യ ഹരിഹര വിരിഞ്ചാദിപി പ്രണന്തും സ്തോതും വാ കഥം അകൃത പുണ്യ പ്രഭവതി. ബ്രഹ്മത്തിന്റെ ചൈതന്യ വടിവ് ഭഗവതി തന്നെയാണ്. ആ ഒരു പ്രകാശാത്മകമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ സ്ഫുരണ ശക്തിയെയാണ് നമ്മൾ ആ ഒരു വിമർശ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ ഏകമായിരിക്കുന്ന ബ്രഹ്മം പ്രകൃതി തന്നെയാണ്. അഹം, ആ ഒരു മഹത്തത്വം, പ്രകൃതി, പ്രകൃതം, ആ സ്വഭാവ രീതി അല്ലെ, വിയതാദി ജഗത് പ്രസവേ. അപ്പൊ ഈ പലവിധമായവയെ ഉണ്ടാക്കിയവൾ, ജഗത് സൃഷ്ടിയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആസുരിക ശക്തികളാണ് നമ്മുടെ അസുഖങ്ങൾ എന്ന് പറയുന്നത് ഇല്ലേ. ആ വൈറസുകൾ, എല്ലാ വ്യാധി തീർന്നാല് ആ ഒരു എന്താ പറയാ, ആ ഒരു നമ്മുടെ ആ ഉള്ളിലിരിക്കുന്ന ശക്തി ആദി തെളിയെന്ന് പറയും. അപ്പൊ സർവവ്യാധി പ്രശംനി, സർവമൃത്യു നിവാരിണി. ഇപ്പൊ ദേവി എന്ന് പറഞ്ഞാല് എല്ലാ വ്യാധികളും ശമിപ്പിക്കുന്നവളാണ്. വ്യാധികൾ എന്ന് പറഞ്ഞാൽ എന്താ, കോടി വ്യാധികളുണ്ട് അല്ലെ. ഭയങ്കരമാണെന്ന് പറയുന്ന 32 വ്യാധികൾ എല്ലാം ശമിപ്പിക്കുന്നവൾ. കാരണം കുറച്ച് ചന്ദന കുങ്കുമം എടുത്ത് സർവവ്യാധി പ്രശംനെ നമ സർവമൃത്യു നിവാരിണി എന്ന് ജപിച്ച് ശരീരത്തിൽ ധരിച്ചാല് ആ ശരീരത്തിലെ ആസുരിക ശക്തികൾ വിട്ടുപോകുന്നു പറയണു. ഇത് എന്നും ചെയ്യേണ്ട ഒരു മഹാമന്ത്രമാണ്. ശരിക്കും പറഞ്ഞാല് ഓവർ യൂസ്, അബ്യൂസ്, മിസ്യൂസ്, പഞ്ചഭൂതങ്ങളെ നമ്മൾ ഒരിക്കലും ഓവർ യൂസ് ചെയ്യരുത്. ആവശ്യമില്ലാതെ ജലം കളയാതിരിക്കുക, ഇലക്ട്രിസിറ്റി കളയാതിരിക്കുക, അഗ്നിയെ ദോഷപ്പെടുത്താതിരിക്കുക അല്ലെ, അതിനെ കുറ്റപ്പെടുത്താതിരിക്കുക, മിസ്യൂസ് ചെയ്യാതിരിക്കുക. ഇതെല്ലാം തന്നെ ദേവിയെ, അമ്മ പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന നമ്മുടെ ശരീരത്തിൽ പഞ്ചഭൂത തത്വങ്ങളായിട്ടിരിക്കുകയാണ് ഇല്ലേ. അപ്പൊ അതൊക്കെ അത് ചെയ്യുമ്പോൾ നമ്മൾ അമ്മയാണ് എന്താ പറയാ ആ ഒരു ഉപദ്രവിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളും ആ ഒരു അമിത ദുഃഖങ്ങളും അതായത് നമ്മുടെ ആ ഒരു ഇന്ദ്രിയങ്ങളെ കൊണ്ട് അമിതമായിട്ട് നമ്മൾ ദുരുപയോഗം ചെയ്യരുത്. അപ്പൊ ആ ഒരു പ്രകാശത്തെ സംബന്ധിച്ചാണെങ്കിൽ എല്ലാ ഇലക്ട്രിസിറ്റി വെളിച്ചവും രജോ തമോ ഗുണങ്ങളെ ഉണ്ടാക്കും. അപ്പൊ നെയ്വിളക്ക് സത്വഗുണ പ്രധാനമാണ് ഇല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് സമർപ്പിക്കുന്നത്. ഇപ്പൊ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും പറഞ്ഞാല് നമ്മൾക്ക് ആ ഒരു ഏറ്റവും ഉയർന്ന മോക്ഷപ്രാപ്തി കിട്ടണമെങ്കിൽ, ആ ലിബറേഷൻ കിട്ടണമെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം, പഠിക്കണം. അത് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ പഠിക്കണം, അതിനെ എൻജോയ് ചെയ്യണം, അതിൽ സാറ്റിസ്ഫൈഡ്, തൃപ്തിയാവണം അല്ലേ. അപ്പൊ ആ ഒരു ശരിക്കും പറഞ്ഞാല് നമ്മുടെ മനസ്സിനെ അജ്ഞാനങ്ങളെ മാറ്റി ലിബറേഷൻ നമ്മളാണ് കൊടുക്കേണ്ടത് ഇല്ലേ. അതാണ് അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അപ്പോ ഈ വിഭൂതി വിസ്താര മാർഗഭേദ സാമരസ്യം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഇല്ലേ. കാരണം ദേവി എങ്ങനെയാണ് നമുക്ക് വിഭൂതികൾ തരുന്നത്, എങ്ങനെയാണ് ദേവി എന്താ പറയാ ഈ പ്രപഞ്ചത്തിൽ ഇരുന്നു കൊണ്ട് ഇതിൽ ഓരോന്നുമായിട്ട് തന്റെ മക്കളെ അതിൽ നിന്ന് കരകയറ്റുന്നത് എങ്ങനെയാണ്. ഇപ്പൊ ദേവിയുടെ വിഭൂതികളിൽ ലളിതാ സഹസ്രനാമത്തിലൂടെ ദേവിയെ അറിയാൻ പല കോടി ജന്മത്തിലൂടെ പോലും സാധ്യമല്ല. ദേവിയുടെ അനുഗ്രഹമില്ലാതെ ഇതൊന്നും സാധ്യമല്ല. ഇപ്പൊ മഹാലയ അമാവാസിക്ക് മുമ്പുള്ള 14 ദിവസം ഈ മഹാമന്ത്രങ്ങൾ പാരായണം ചെയ്താല് 7 തലമുറയിലെ പിതൃക്കൾക്ക് പുണ്യം കിട്ടുമെന്ന് പറയണു. ഇപ്പൊ തനിച്ച് ജപിച്ചാല് ഒരു ഫലം, സമൂഹമായിട്ട് പാരായണം ചെയ്താല് ബ്രഹ്മാണ്ടത്തിലെ ആ ഒരു അനേക ദേവതകളും വന്നേ തീരൂ.
അപ്പൊ ആ ഒരു ശരിക്കും പറഞ്ഞാല് ആ ഒരു പുണ്യ ശ്രവണ കീർത്തന എന്ന് പറഞ്ഞാല് ദേവിക്ക് ആ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുകയാണ് നമ്മള്. ഇപ്പൊ കേട്ടാലും ജപിച്ചാലും പുണ്യമായിട്ടിരിക്കുന്നത്. അപ്പോ മനുഷ്യന് ഏറ്റവും വേണ്ടത് എന്താണ്? പുണ്യമാണ് അല്ലേ? അതുകൊണ്ട് അതിനാണ് നമ്മൾ ഭൂമിയിൽ വരുന്നതും. അപ്പോ ഈ പറയുന്ന ദേവിയുടെ എന്താ പറയാ, ഈ ഒരു 400 ചില്ലുവാന നാമങ്ങള് നമുക്ക് പുണ്യത്തെ തരുന്നതാണ്. അത് അറിഞ്ഞതിന് ശേഷം വേണം നമ്മള് നാമാർത്ഥങ്ങളിലേക്ക് പോവേണ്ടതായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇത്രയും നാമങ്ങൾ, ഞാനിത് എന്താ പറയാ ഒരു സംഗ്രഹമായിട്ട് പറയുന്നതുകൊണ്ട് പ്രത്യേകം നാമങ്ങൾ എടുത്തു പറയുന്നില്ല. ആ നാമങ്ങളെല്ലാം തന്നെ ദേവിയുടെ പല പല രഹസ്യ തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ആ പാതയെ പിന്തുടർന്ന് നമുക്ക് ദേവിയുടെ പാദത്തിൽ ശരണാഗതി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു സത്സംഗം ഇവിടെ നിർത്തുകയാണ്. ഭക്തിയും ഭാഗ്യം യശജ്ഞാതിയും വിദ്യാബുദ്ധിയും ശ്രീയമ്പലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.